സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? ഹലോ ഹലോ ഇപ്പൊ കേൾക്കാലോ? ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? റീസൺ ഫോർ ഡിസ്ഇന്റിഗ്രേഷൻ ഓഫ് ജോയിന്റ് ഫാമിലി അല്ലേ? അപ്പം പൊതുവെ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെഗ്മെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറഞ്ഞൂടെ? അതായത് പൊതുവെ ആളുകളൊക്കെ നമ്മൾ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ട്രഡീഷണൽ മോഡ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ജോയിന്റ് ഫാമിലി അല്ലേ? ഇപ്പൊ ജോയിന്റ് ഫാമിലിയാണ് ട്രഡീഷണൽ മോഡ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. അത് പണ്ടത്തെ കാലത്ത് ട്രഡീഷണലി ഇതാണ് ഫാമിലി. മോഡേൺ സൊസൈറ്റി ആയി കഴിഞ്ഞപ്പം എന്താണ് വരുന്നത്? ഫാമിലി മാറിയിട്ട് എങ്ങോട്ട് മാറി? ന്യൂക്ലിയർ ഫാമിലി ആയി എന്നുള്ളതായിരുന്നു തിങ്കേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞപ്പോൾ, പാർട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? സോ ബേസിക്കലി ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിന്റെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത്. എന്താണുള്ളത്? ഒന്ന്, മോഡേൺ സൊസൈറ്റി ആയപ്പോഴാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്? എമർജ് ചെയ്ത് വരുന്നത്. ടിൽ ദെൻ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? മേജർലി ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പൊ ട്രഡീഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫാമിലിയും, മോഡേൺ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലിയും. ഈ ഒരു രീതിയിലാണ് ഫാമിലിയെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ത്യയിലേക്ക് വന്ന സമയത്തേക്ക് ഇന്ത്യക്കാർക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് പറയുന്നത് ഇതിനകത്ത് ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ്? ജോയിന്റ് ഫാമിലി, ട്രഡീഷണൽ ഫാമിലി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മോഡേൺ സൊസൈറ്റി ആയപ്പോൾ അത് ന്യൂക്ലിയർ ഫാമിലി ആയി എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് അല്ലേ? അതായത് ഒന്ന് ജോയിന്റ് ഫാമിലി വേഴ്സസ് ന്യൂക്ലിയർ ഫാമിലി. ഈ ജോയിന്റ് ഫാമിലി വേഴ്സസ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് എന്താണ്? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത്ര ശരിയല്ല. അതായത് ഇന്ത്യയിൽ ട്രഡീഷണലി ജോയിന്റ് ഫാമിലി ആണ് എന്ന് പറയുന്നത് ശരിയല്ല. ട്രഡീഷണലി ഇന്ത്യയിൽ എന്താണ് വേണമെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി ആണ്. ആ ലൈറ്റ് ഓഫ് ആക്കും ഇപ്പോട്ട് താഴത്ത് സ്വിച്ച് ആവുന്നു. അതിന്റെ ബാക്കിലെ ലൈറ്റ് താഴെ സ്വിച്ചില്ല, എല്ലാ ലൈറ്റും ആയോ? പുറകിലാണോ? ഓക്കെ. അപ്പം ഈ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്ന ട്രഡീഷണലി എന്ത് പറയുന്നുണ്ട്? കിട്ടിയോ? ഓക്കെ. ഇപ്പൊ ട്രഡീഷണലി ജോയിന്റ് ഫാമിലി ആണ്. എന്താണ്? മോഡേണിൽ ന്യൂക്ലിയർ ഫാമിലിയാണ്. പക്ഷെ ഇത് ആരും എഗ്രി ചെയ്യുന്നില്ല? ഇന്ത്യൻ തിങ്കേഴ്സ് പറയുന്നില്ല. സോ ദർ ഇസ് എ ഡിബേറ്റ് വിത്ത് ഇന്ത്യൻ ഫാമിലി. ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ, ഇന്ത്യൻ സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു ഡിബേറ്റ് പോകുന്നുണ്ട്. ട്രഡീഷണലി ഇന്ത്യയിൽ ജോയിന്റ് ഫാമിലി ആയിരുന്നോ, മോഡേൺ സൊസൈറ്റി ആയപ്പോഴാണോ ഇന്ത്യയിൽ ന്യൂക്ലിയർ ഫാമിലി ആയ എന്നുള്ള ഒരു ഡിബേറ്റ് ആണ്. അപ്പൊ നമ്മൾ വെസ്റ്റേൺ സ്കോളേഴ്സിന്റെ വ്യൂ പോയിന്റ് എപ്പോഴും എന്താണ്? ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബൈനറി ഓപ്പോസിഷൻ ആണ് ഫാമിലി എന്ന് പറയുന്നത്. പണ്ട് ജോയിന്റ്, ഇപ്പം മോഡേൺ സൊസൈറ്റിയിൽ ന്യൂക്ലിയർ ഫാമിലി. ഈ ഒരു ബൈനറി ഓപ്പോസിഷൻ ആണ് വെസ്റ്റേൺ തിങ്കേഴ്സ് ഫാമിലിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ താൽപോട്ട് പാർസണിനെ പറ്റി പറഞ്ഞു. എന്തായിരുന്നു? ട്രഡീഷണലി എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരുന്നു. മോഡേൺ സൊസൈറ്റി ആയപ്പോൾ, ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞപ്പോൾ അത് ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ആണെന്നാണ് പാർസൺ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഇനി ഏംഗൽസ് പറഞ്ഞത് എന്താണ്? ഏംഗൽസ് പറഞ്ഞത് എന്താണ്? ഇനിഷ്യലി ഫാമിലി എന്ന് പറയുന്നത് ഹോട്ട്സ് ആയിരുന്നു അല്ലെ? ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരുന്നു, ഹോട്ട്സ് ആയിരുന്നു. അത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയപ്പോഴേക്കും എന്തായി മാറി? മോണോഗാമസ് ന്യൂക്ലിയർ ഫാമിലി ആയി മാറി. കാരണം എന്തിനാണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അസറ്റ്സും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലാസ് ഇൻഇക്വാലിറ്റി നിലനിർത്താനും വേണ്ടിയിട്ട് ആ ഹോട്ട്സ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട്, മോണോഗമസ് ഫാമിലി ആയിട്ട് മാറി എന്നുള്ളതാണ് ഏംഗൽസും പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ വെസ്റ്റേൺ സ്കോളേഴ്സ് ആണ്. ഇനി അതേപോലത്തെ ഹെൻറി മെയിൻ എന്ന് പറയുന്ന വേറൊരു തിങ്കർ ഉണ്ട്. ഹെൻറി മെയിൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ട്രഡീഷണലി ഇന്ത്യൻ സൊസൈറ്റി, ട്രഡീഷണലി ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റസ് ഓറിയന്റഡ് ആയിരുന്നു. ഓക്കെ, സ്റ്റാറ്റസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പേര്, വീട്ടുപേര്, കുടുംബ പേര് അല്ലെ? അതെന്താണ്? ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം ആണ്. അപ്പൊ സ്റ്റാറ്റസ് ഓറിയന്റഡ് ഫാമിലിയിൽ നിന്നും നമ്മൾ എങ്ങോട്ട് മാറി? കോണ്ടാക്റ്റഡ് ഓറിയന്റഡ് ഫാമിലി, ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫാമിലി സിസ്റ്റത്തെ മാറ്റുന്നു എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ഹെൻറി മെയിനും എന്ത് ടോട്ടലി ഫാമിലിയെ പറ്റി പറഞ്ഞത്. അപ്പൊ നമ്മൾ വെസ്റ്റേൺ സ്കോളേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവറിബഡീസ് ബിലീവ് ദാറ്റ് ട്രഡീഷണൽ ഫാമിലീസ് ആർ ജോയിന്റ് ആൻഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട്, മോഡേൺ ഫാമിലിന്റെ ഭാഗമായിട്ടാണ് ഈ ഫാമിലീസ് വരുന്നത്. അതാണ് നമ്മൾ പാർട്സിന്റെ കാര്യത്തിൽ കണ്ടു, ഏംഗൽസിന്റെ കാര്യത്തിൽ കണ്ടു, ഹെൻറി മെയിന്റെ കാര്യത്തിൽ കണ്ടു. ഇവരൊക്കെ എന്താ പറഞ്ഞത്? ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഈ രീതിയിൽ, രണ്ട് രീതിയിൽ ചെയ്യാം. പക്ഷെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിന് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യൻ സോഷ്യോളജിയിലേക്ക് വരുമ്പം ഇവര് ഫാമിലിന്റെ കാര്യത്തിൽ ഇവർക്ക് ചെറിയൊരു ഡിബേറ്റ് ഉണ്ട്. ദേ ആർ റിജക്ടിങ് ദി എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് ഓർ ബൈനറി ഓപ്പോസിഷൻ ഓഫ് ട്രഡീഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ജോയിന്റ് ആണ്, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡേൺ ഫാമിലി സിസ്റ്റം ആണെന്നുള്ളത് പറയുന്നില്ല. അതിനകത്ത് പല തിങ്കേഴ്സ് ഈവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇന്ത്യയിൽ ട്രഡീഷണലി ഏത് ഫാമിലിയാണ് ഉണ്ടായിരുന്നത്? ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നു. മോഡേൺ സൊസൈറ്റി ആയി കഴിഞ്ഞപ്പോൾ ഇന്ത്യ എന്തായി മാറി? ഇന്ത്യയിൽ ജോയിന്റ് ഫാമിലി കൂടി വരികയാണ് ചെയ്തതെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? മോഡേൺ ഇന്ത്യയിലാണോ, മീൻസ് ഇപ്പോഴാണോ ന്യൂക്ലിയർ ഫാമിലി കൂടുതലായി വരുന്നത്, അതോ ജോയിന്റ് ഫാമിലി ആണോ ഇപ്പോൾ കൂടി വരുന്നത്? അതോ ഇന്ത്യയിൽ ന്യൂക്ലിയർ ഫാമിലി കൂടി വരുവാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ന്യൂക്ലിയർ ഫാമിലി ആണ് കൂടി വരുന്നതെന്നാണല്ലോ എല്ലാവരും അഭിപ്രായം. ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടോ? അല്ല, ജോയിന്റ് ഫാമിലി ആണ് കൂടി വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴും ജോയിന്റ് ഫാമിലി സിസ്റ്റം ആണുള്ളത്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ന്യൂക്ലിയർ ഫാമിലി ആണ് കൂടി വരിക എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ തിങ്കേഴ്സ് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസ് ആണ് വരുന്നത്. സോറി, ജോയിന്റ് ഫാമിലി ആണ് ഇന്ത്യയിൽ ഇപ്പോഴും ഉള്ള സിസ്റ്റം. അതല്ലാതെ എന്തായിട്ടില്ല, ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയിട്ടില്ല എന്ന് പറയാം. ഓരോ തിങ്കേഴ്സ് നമ്മൾ നോക്കണം. എം എൻ ശ്രീനിവാസൻ എന്ത് ചെയ്തിട്ടുണ്ട്? എം എൻ ശ്രീനിവാസൻ ഈ ന്യൂക്ലിയർ വേഴ്സസ് അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി വേഴ്സസ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന സാധനം എന്താണ്? കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യാണ് ചെയ്തത്. ഈ ആർഗ്യൂ ദാറ്റ് urban cities, even if the family size is decreasing, does not mean that family is no more joint family. അത് എം എൻ ശ്രീനിവാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അർബണൈസേഷൻ വന്നു ഇന്ത്യയിൽ. അർബണൈസേഷൻ വന്നു കഴിഞ്ഞപ്പം ഇന്ത്യയിലുള്ള ഫാമിലീസിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡസൻ മീൻ ദാറ്റ് ഇതെന്താണ് ന്യൂക്ലിയർ ഫാമിലി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ആക്ച്വലി ജസ്റ്റ് എ ലിംസ് ഓഫ് ലാർജസ്റ്റ് ഫാമിലി ഇൻ ദി വില്ലേജ്. അതെങ്ങനെയാണ്? വി ആർ സ്റ്റിൽ കണക്റ്റഡ്. ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, നിങ്ങൾ. ഇതാണ് നിങ്ങളൊരു ഫാമിലി എന്ന് നിങ്ങൾ കണക്കാക്കുന്നത്. ഇതാണ് നിങ്ങളൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു കല്യാണം വന്നു. നിങ്ങൾക്കൊരു കല്യാണം വരുമ്പം നിങ്ങളെ വീട്ടുകാർ മാത്രമാണ് അവിടെ ഡിസിഷൻ എടുക്കുന്നത്. ആരൊക്കെ ഡിസിഷൻ വരുന്നുണ്ട്? നിങ്ങൾ അങ്കിളിന്റെ ചോദിക്കണ്ടേ? അങ്കിളിനോട് ചോദിച്ചിട്ട് ഇത് കാര്യം എടുത്തില്ല, അങ്കിൾ ഉടക്ക് ഉണ്ടാക്കില്ലേ? ആന്റീനോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലെ? മോക്കൊരു ആലോചന വന്നിട്ടുണ്ട്, ഇങ്ങനെയാണ്, നല്ലതാണോ എന്ന് ആലോചിക്കാം. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? അങ്ങോട്ടൊന്ന് വീട് കാണാൻ പോവാം. അപ്പം നിങ്ങൾ മാത്രമല്ല പോവാ, നിങ്ങളൊരു അടുത്ത കുടുംബത്തിലും മുതിർന്ന കാരണവന്മാർ എന്ന് പറഞ്ഞൊരു സെറ്റ് ടീംസ് ഉണ്ടാവും. ഈ കാരണവന്മാരോട് തീരുമാനിച്ചിട്ടാണ് എന്ത് ചെയ്യുക? കല്യാണം ഫൈനലൈസ് ചെയ്യുക. അതായത് പണ്ട് ജോയിന്റ് ഫാമിലിയിൽ കല്യാണം നടക്കുന്നത് എങ്ങനെയാണ്? കാരണവന്മാർ തീരുമാനിച്ചിട്ടാണ്. ഇന്ന് നിങ്ങൾ ന്യൂക്ലിയർ ഫാമിലി ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കല്യാണം നടക്കുന്നത് എങ്ങനെ തന്നെയാണ്? ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദി ഫാമിലി മെമ്പേഴ്സ്, നോട്ട് ജസ്റ്റ് യുവർ ഫാമിലി, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലി മെമ്പേഴ്സ് അല്ല. നിങ്ങൾ അല്ലെ, കുടുംബക്കാര്, അമ്മാവൻ, അമ്മായിമാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കല്യാണം തീരുമാനിക്കുന്നത് എന്ന് പറയാം. ഇനി നിങ്ങൾ കല്യാണ സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഫാമിലി എല്ലാം ഒന്നിച്ചു വരില്ലേ? എല്ലാ എണ്ണവും എന്ത് ചെയ്യും? 3-4 ദിവസം മുമ്പ് പെട്ടിയും കിടക്കിയെടുത്ത് തിന്നും കൂടിയൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ വന്നിട്ട് നിൽക്കും. ഇതാണ് കല്യാണം എന്ന് പറയുന്ന സംഭവം. ഇവിടെയും ഒരു ജോയിന്റ് ഫാമിലി സെറ്റപ്പ് തന്നെയല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാം എന്ത് ചെയ്യും? ആ മരിച്ച വീട്ടിലേക്ക് പോയിട്ട് ആ ഫാമിലിയുള്ള എല്ലാവരും ആ വീട്ടിലേക്ക് എത്തില്ലേ? അവിടെയും ജോയിന്റ് ഫാമിലി സിസ്റ്റം തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺസ് വന്നു അല്ലെ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്രിസ്മസ് വരുന്നു, അല്ലെങ്കിൽ ഓണം വരുന്നു, വിഷു വരുന്നു, ഇതിനൊക്കെ എന്ത് ചെയ്യും? ഫാമിലി ഗ്യാതറിങ്സ് വരില്ലേ? എല്ലാവരും എന്ത് ചെയ്യും? ഈ സിറ്റിയിലുള്ള, നമ്മൾ കണ്ടിട്ടില്ല, അർബണിൽ ജീവിക്കുന്നത്, ഇപ്പം തിരുവനന്തപുരത്ത് സെറ്റിൽ ആയുള്ള ആളുകളെല്ലാം ഓണമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവരെല്ലാം കൂടി ലീവ് എടുത്ത് വീട്ടിലേക്ക് പോകും അല്ലെ? എല്ലാവരും വീട്ടിലേക്ക് പോകും, അവിടെ ആയിരിക്കും ഓണം ആഘോഷിക്കുക. അപ്പൊ അതെന്താണ് സംഭവം? though they are separated like an household, എന്ത് ചെയ്യുന്നു? ഫാമിലി എന്തായിട്ടില്ല ഇവിടെ? ഡിസിന്റഗ്രേറ്റഡ് ആയിട്ടില്ല. ജോയിന്റ് ഫാമിലി ഡിസിന്റഗ്രേറ്റഡ് അല്ല. പക്ഷെ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? ന്യൂക്ലിയർ ഹൗസ് ഹോൾഡ്സുകളാണ് വന്നിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഹൗസ് ഹോൾഡ് എന്തായി? ന്യൂക്ലിയർ ആയി മാറി. ഫാമിലി ഇപ്പോഴും എന്താണ്? ജോയിന്റ് തന്നെയാണ്. ആൻഡ് അർബൻ സിറ്റീസിൽ നിങ്ങൾ കാണുന്ന ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് റൂറൽ വില്ലേജസിൽ നമ്മൾ കാണുന്ന ഫാമിലിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇങ്ങനെ എന്തുണ്ടാവും? പല പാർട്ടുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മാവനും അമ്മായി ഉണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യും? നിങ്ങൾ അച്ഛൻ, അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകണം, ആദ്യം അവരെ വിളിക്കും. മോൾ അങ്ങനെ വരുന്നുണ്ട്, നോക്കണം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടി വരും. സ്റ്റിൽ കണക്റ്റഡ്. എല്ലാവരും എന്താണ്? സെപ്പറേറ്റഡ് ആണ്. പക്ഷെ ആ ജോയിൻനെസ് എന്താണ്? ഇന്റാക്ട് ആണെന്നുള്ളതാണ് എം എൻ ശ്രീനിവാസ് പറയുന്നത്. സോ അർബൻ ഫാമിലീസ് ആർ നോട്ട് ഓട്ടോണമസ് ഓർ ഐസൊലേറ്റഡ്. പാർസം പറഞ്ഞ എന്താണ്? ന്യൂക്ലിയർ ഫാമിലീസ് ആർ ഐസൊലേറ്റഡ് ആണ്. പക്ഷെ ഇവരെന്താ പറയുന്നത്? ഇന്ത്യയിൽ അർബൻ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡും അല്ല, ഓട്ടോണമസും അല്ല, ബട്ട് ദേ ആർ ലിംസ് ഓഫ് ബിഗർ ഫാമിലീസ് ഇൻ ദി വില്ലേജസ്. ആൻഡ് ഇവിടെ he argued that urban city, even the size of families decreasing, does not mean that joint family is breaking down എന്ന് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് അർബൻ ഫാമിലി കീപ് വിസിറ്റിംഗ് റൂറൽ വില്ലേജസ്. ജോയിന്റ് ഫാമിലീസ് ഓൺ ദ ഡിഫറെന്റ് ഒക്കേഷൻ ലൈക്ക് വെഡിങ്, ഫ്യൂണറൽസ്, ഫെസ്റ്റിവൽസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ വന്ന് കാണുന്നുണ്ട്. അപ്പം വെസ്റ്റേൺ സ്കോളേഴ്സ് ചിന്തിക്കുന്ന പോലെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല? ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഫാമിലി സംഭവിച്ചിട്ടില്ല. എന്താ സംഭവിച്ചിട്ടുള്ളൂ? ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഹൗസ് ഹോൾഡുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ,
പക്ഷെ എന്ത് ചെയ്യുന്നു, ഇവരെല്ലാരും ഇപ്പോൾ എന്താണ്, പാർസൺ പറഞ്ഞ എന്താണ്, ദേ ആർ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി, ദേ ആർ ഡിസ്കണക്റ്റഡ് വിത്ത് ജോയിന്റ് ഫാമിലി എന്നല്ല പറഞ്ഞത്. അവരുടെ ട്രഡീഷണൽ ഫാമിലി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, റൂറൽ വില്ലേജിലുള്ള അവരുടെ ഫാമിലി ആയിട്ട് ദേ ആർ ഡിസ്കണക്റ്റഡ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, അവർ ഡിസ്കണക്റ്റഡ് ആണോ? നോ, ദേ ആർ ആക്ച്വലി വെരി മച്ച് കണക്റ്റഡ്. ഓൾ ഡിസിഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റോൾസും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി പൗളിൻ കൊലാൻഡ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗളിൻ കൊലാൻഡ പറയുന്നത് ഇന്ത്യയിൽ ജോയിന്റ് ഫാമിലി ആക്ച്വലി സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതുകൊണ്ട്. കാരണം ഇൻഡസ്ട്രിയലൈസേഷനെ ജോയിന്റ് ഫാമിലി എന്ത് ചെയ്തു, ആക്ച്വലി യൂട്ടിലൈസ് ചെയ്തിട്ട്, വെസ്റ്റേണിൽ എന്താ വന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പം ന്യൂക്ലിയർ ഫാമിലി ആയി. പക്ഷെ ഇന്ത്യയിൽ വെസ്റ്റേൺ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ന്യൂക്ലിയർ ഫാമിലി അല്ല, ജോയിന്റ് ഫാമിലി സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്തത്. കാരണം ഇവിടെ എന്ത് ചെയ്തു, ഫാമിലി ബിസിനസ്സുകളാണ് ഇതാണ് ഇൻഡസ്ട്രീസ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലാലുക്കാസ് ആൻഡ് സൺ, ജോസാ ലുക്കാസ് ആൻഡ് സൺസ്, ഓരോരുത്തരുടെ പേരിൽ ഇപ്പൊ ഡയമണ്ട്സ് ഗുജറാത്തിലൊക്കെ മാർവാഡീസ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി ഇൻഡിവിജ്വൽ ബിസിനസ് അല്ല, ഫാമിലി ബിസിനസ് ആണ്. ആ ഫാമിലിയാണ് എന്ത് ചെയ്യുന്നത്, എൻറ്റയർ ബിസിനസ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ഫാമിലി എന്ത് ചെയ്യുന്നു, ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഒരു മോഡേണൈസേഷൻ പ്രോസസ് ആയിരുന്നു. പക്ഷെ ഫാമിലി എന്ത് ചെയ്തു, ആ ഇൻഡസ്ട്രിയലൈസേഷനെ ജോയിന്റ് ഫാമിലി യൂട്ടിലൈസ് ചെയ്തിട്ട് ഇന്ത്യയിൽ ജോയിന്റ് ഫാമിലി സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. ദേ ആർ ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ജോയിന്റ് ഫാമിലി അഡാപ്റ്റഡ് ദ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് റൺ ബൈ ദി ഫാമിലീസ്. എന്ത് ചെയ്യുന്നു, ഇപ്പം ഗോദ്രേജ് അല്ലെ, റിലയൻസ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ്. സോ ദേ ആർ സ്റ്റാർട്ടഡ് ഡൂയിങ് ബിസിനസ്. അപ്പൊ ജോയിന്റ്നെസ് കൂടാണ് ചെയ്തത്. ന്യൂക്ലിയറൈസേഷൻ എവിടെ നടന്നിട്ടില്ല, ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ IP ദേശായി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആർഗ്യൂ ദാറ്റ് റൈസ് ഓഫ് ന്യൂക്ലിയർ ഹൗസ് ഹോൾഡ് ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് ഫാമിലീസ് ആർ നോ ലോങ്ങർ ജോയിന്റ്. ഓക്കെ, എന്ത് ചെയ്യണം, വീടുകളുടെ എണ്ണം കൂടി എന്നുള്ളതിന്റെ അർത്ഥം എന്തല്ല, ഫാമിലി ജോയിന്റ് ഫാമിലി അല്ല, ന്യൂക്ലിയർ ഫാമിലി ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് IP ദേശം. ഡിസ്പൈറ്റ് ലിവിംഗ് ഇൻ എ ന്യൂക്ലിയർ ഹൗസ് ഹോൾഡ് അറ്റ് എ ഡിസ്റ്റന്റ് പ്ലേസ്, ദർ ജോയിനസ് ഈസ് കംപ്ലീറ്റ്ലി ഇൻടാക്ട് ആണ്. ഇപ്പോഴും വീടുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇന്നത്തെ ബേസിക്കലി ഒരു പ്രോബ്ലം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ വെസ്റ്റേൺ സ്കോളേഴ്സ് എന്തിനെ പറ്റിയാ പറഞ്ഞത്, ഫാമിലി എന്ന് പറയുന്നത് ജോയിന്റ് ആണ്, ന്യൂക്ലിയർ ആണ്, ഇതാണ് പറഞ്ഞത്. പക്ഷെ വെസ്റ്റേണില് ഈ ഫാമിലി എന്ന് പറയുന്നതും ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നതും ആക്ച്വലി ഒന്നാണ്. വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഇപ്പം വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഫാമിലി, ഈ ഹൗസ് ഹോൾഡ് ഫാമിലി തമ്മിൽ വ്യത്യാസം എന്താ? ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു വീടാണ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഒരു വീടും ഒരു ഫാമിലിയും ഒന്നായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ കാണുന്നത്. പക്ഷേ ഇന്ത്യയിൽ വീടും ഫാമിലിയും രണ്ടാണ്. കാരണം വീടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും, പക്ഷെ ആ ഫാമിലിന്റെ കണക്ഷൻസ് അതുപോലെ തന്നെ ലിമിറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ വെസ്റ്റേണിൽ ഇപ്പൊ നിങ്ങളൊരു പ്രായം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഇപ്പം 20-21 വയസ്സായി കഴിഞ്ഞാൽ ഈ കുട്ടി എന്ത് ചെയ്യും, അച്ഛന്റെ വീട്ടിൽ നിന്നോ അമ്മേന്റെ കൂടെ താമസം മാറ്റി എന്ത് ചെയ്യുന്നു, വേറെ ഫാമിലി സെറ്റപ്പ് ചെയ്യും. സോ ദേ ആർ കംപ്ലീറ്റ്ലി ഈ ഫാമിലിയെ വല്ലപ്പോഴും വിസിറ്റ് ചെയ്യുന്ന, എന്തെങ്കിലും ഒരു വിശേഷം എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാൻ, അങ്ങനെ മാത്രമുള്ള ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവർ സെപ്പറേറ്റ് എന്ത് ചെയ്യും, വേറൊരു ഹൗസ് ഹോൾഡ് ആയിട്ട് വേറെ ഫാമിലി ആയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. സോ ഇവിടെ ഹൗസ് ഹോൾഡ് കൂടുക എന്ന് പറയുമ്പോൾ ഫാമിലി സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഹൗസ് ഹോൾഡ് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫാമിലി എന്ത് ചെയ്യുന്നില്ല, ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ട് പോകുന്നില്ല. ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, വീടുകളുടെ എണ്ണം മാത്രമേ കൂടുന്നുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇപ്പം എന്റെ അമ്മാവനും അമ്മായിയും എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നു, എന്റെ അനിയനും ഭാര്യയും തൊട്ടപ്പുറത്ത് താമസിക്കുന്നു, ഞാനും എന്റെ ഭാര്യയും ഈ വീട്ടിൽ താമസിക്കുന്നു. ഇപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റും, ഇത് മൂന്ന് ഫാമിലി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇതെല്ലാം ഒരു ഫാമിലിന്റെ വീടാന്നല്ല, നമ്മൾ ചേട്ടൻ അനിയന്റെ വീട് കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ രണ്ടും ഒരു ഫാമിലിയാണ്, പക്ഷെ രണ്ട് വീടുണ്ട്. പക്ഷെ വെസ്റ്റേൺ സ്കോളർ വന്നിട്ട് ഇന്ത്യ നോക്കിയപ്പോ എന്താ മനസ്സിലായത്, ഓക്കെ ഇവിടെ എന്ത് ചെയ്തു, പണ്ട് ഒരു വീട്ടിലായിരുന്നു ഇവരെല്ലാരും താമസിച്ചത്, ഇപ്പൊ എന്ത് ചെയ്തു, 3 വീട്ടിലായി. അപ്പൊ ഫാമിലി എന്തായിട്ടുണ്ട്, ന്യൂക്ലിയറൈസേഷൻ നടന്നിട്ടുണ്ട്, ഫാമിലി ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആക്ച്വലി എന്താണ് ഡിസിൻറ്റഗ്രേറ്റഡ് ആയത്, ആ വീട് എന്ത് ചെയ്തു, ഡിസിൻറ്റഗ്രേറ്റഡ് ആയി. ഹൗസ് ഹോൾഡ് 3 വന്നു, പക്ഷെ ഫാമിലി ഇപ്പോഴും എന്താണ്, ഒന്ന് തന്നെയാണ്. മേലെ വീട്ടിൽ ആണെങ്കിൽ മേലെ വീട്ടിലായിരിക്കും എല്ലാ വീടിന്റെ പിന്നിലും വീട്ടുപേരായിട്ട് വരുന്നത്, എല്ലാം ഒരു വീട്ടുകാരാണ്. പക്ഷെ ഡിഫറെന്റ് ഹൗസ് ഹോൾഡ് ആണ്, വി ആർ സ്റ്റിൽ എ ഫാമിലി എന്നുള്ളതാണ്. സോ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആർക്ക് പറ്റിയത്, ബേസിക്കലി വെസ്റ്റേൺ സ്കോളേഴ്സിന് പറ്റി എന്നുള്ളതാണ് ആര് പറയുന്നത്, ഇന്ത്യയിലുള്ള ഇന്ത്യൻ സ്കോളേഴ്സ് ബേസിക്കലി പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രമുഖനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ AM ഷാന്റെ സ്റ്റഡിയാണ്. AM ഷാന്റെ ഹൗസ് ഹോൾഡ് സ്റ്റഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് UPSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയിലെ സംബന്ധിച്ചോളം വെസ്റ്റേൺ സ്കോളേഴ്സിന്റെ തിങ്കിങ് ആണ് ഇന്ത്യയിൽ എന്ത് വന്നിട്ടുള്ളത്, ന്യൂക്ലിയർ ഫാമിലി വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സംബന്ധിച്ചോളം പുള്ളി പറയുന്നത്, ഈ മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി വി ഡു നോട്ട് ഹാവ് എ ന്യൂക്ലിയർ ഫാമിലി.
മോഡേൺ ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്തില്ല? നമുക്ക് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. പുള്ളി കംപ്ലീറ്റ്ലി ചലഞ്ച് ചെയ്യാം. പുള്ളി അടിപൊളി ആയിട്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് മോഡേൺ ഫാമിലിയിൽ, മോഡേൺ ഇന്ത്യൻ സൊസൈറ്റിയിൽ വി ഡു നോട്ട് ഹാവ് ന്യൂക്ലിയർ ഫാമിലി. അതേപോലെ തന്നെ ഇൻ റിയാലിറ്റി ഈ ട്രഡീഷണൽ സൊസൈറ്റിയിൽ വി ഡോണ്ട് ഹാവ് എന്തില്ല, ജോയിന്റ് ഫാമിലി ഓൾസോ. ഫുൾ കോൺട്രാഡിക്ടറി അല്ലേ? ട്രഡീഷണൽ ഇന്ത്യയിൽ എന്തില്ല, ജോയിന്റ് ഫാമിലി ഇല്ല. എന്നാൽ മോഡേൺ സൊസൈറ്റിയിൽ ഇന്ത്യയിൽ എന്തില്ല, ന്യൂക്ലിയർ ഫാമിലിയും ഇല്ല എന്നുള്ളതാണ് ആര് പറയുന്നത്, എം ഷാ പറയുന്നത്. അതിന് പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളി അതിന് കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് എടുത്തിട്ട് പുള്ളി അതിനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഇന്ത്യൻ സൊസൈറ്റിനെ പറ്റി എം ഷാ പറയുന്നത്, വെസ്റ്റേൺ സ്കോളറിന്റെ കളേർഡ് ഇമാജിനേഷൻ ആണ് ന്യൂക്ലിയർ ഫാമിലി ആണ് ഇന്ത്യയിൽ വന്നത്, മോഡേണൈസേഷന്റെ ഭാഗമായിട്ടാണ് ന്യൂക്ലിയർ ഫാമിലി വന്നതെന്ന് പറയുന്നത്. അത് അവരുടെ കണ്ണിലൂടെ എന്ത് ചെയ്യാണ്, ഇന്ത്യനെ കാണുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ഇന്ത്യയുടെ ലെൻസിലൂടെ അല്ല എന്ത് ചെയ്യുന്നത്, അവർ നോക്കുന്നത്. സോ in traditional Indian society, we do not have a joint family. On the other hand, in modern Indian, we do not have a nuclear family. Traditionally, joint family illa, nuclear modern society le. Traditionally, we do not have joint family, and in modern society, we do not have nuclear family. In reality, is that in modernization, joint families are developing rapidly. എന്നാണ് ആര് പറയുന്നത്, എം ഷാ പറയുന്നത്. അത് മോഡേണൈസേഷൻ വരുമ്പം ജോയിന്റ് ഫാമിലി കൂടാന്ന് പറയുന്നത്. ഇതിന് പുള്ളി ഒരു സ്റ്റഡി നടത്തുന്നുണ്ട്. ബേസിക്കലി സ്റ്റഡി നടത്തുന്നത് സെൻസസിന്റെ ഡാറ്റ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. കാരണം ഇന്ത്യയിൽ പണ്ട് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, 81 തൊട്ട് തന്നെ എന്ത് ചെയ്യുന്നത്, സെൻസസ് വരുന്നുണ്ട്. സോ പുള്ളി ഒരു 2 പീരീഡിലെ സെൻസസ് എടുക്കും. ഈ 2 പീരീഡിലെ സെൻസസ് എടുത്തിട്ട് ഈ സെൻസസിൽ നമുക്ക് ഒരു ആവറേജ് സൈസ് ഓഫ് എന്ത് ചെയ്യാൻ പറ്റും, ഹൗസ് ഹോൾഡിനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഒരു വീട്ടിൽ എത്ര പേര് ആവറേജ് താമസിക്കുന്നുണ്ട് സെൻസസ് ഡാറ്റയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 സെൻസസ് എടുത്ത് നോക്കുമ്പോൾ പുള്ളി പറയുന്നത് പണ്ടത്തെക്കാളും ഹൗസ് ഹോൾഡിന്റെ സൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണ്, ടൈം പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻനെസ് ആണ് കൂടി വരുന്നത്, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ന്യൂക്ലിയർ ഫാമിലി എന്താവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ സൈറ്റ് ദ ഡാറ്റ ഓഫ് സെൻസസ് ടു പ്രൂവ് ദിസ് പോയിന്റ്. അക്കോർഡിംഗ് ടു സെൻസസ് 1881, ദ ആവറേജ് സൈസ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് 4.9 ആയിരുന്നു. 1881 4.9. ഇത് എങ്ങോട്ട് മാറി, 6.01 ആയിട്ട് 1961 ആയപ്പോൾ 1961 ആയപ്പോഴേക്കും ദിസ് ഹാഡ് ഗോൺ അപ് ടു 6.01. ദാറ്റ് മീൻസ് ഇതിന്റെ അർത്ഥം എന്താണ്, പണ്ടായിരുന്നു എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫാമിലി. അതായത് 1881 ഹൗസ് ഹോൾഡിന്റെ സൈസ് 4.9ഉം 1961 ഹൗസ് ഹോൾഡിന്റെ സൈസ് എന്ന് പറയുന്നത് 6.1 ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ മോഡേണൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഫാമിലിന്റെ സൈസ്, ഹൗസ് ഹോൾഡിന്റെ സൈസ് എന്താ ചെയ്തിട്ടുള്ളത്, കൂടി വരികയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്, മോർ പീപ്പിൾ ആർ ലിവിങ് ഇൻ വൺ റൂഫ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ന്യൂക്ലിയർ ഫാമിലി ആയി എന്നാണോ അതിന്റെ അർത്ഥം? എന്താണ് ശരിക്കും വരുന്നത്, ജോയിന്റ് ഫാമിലി ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, മോഡേണൈസേഷനിൽ വരുന്നത് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. സോ ഇതിനകത്ത് ബേസിക്കലി ഇങ്ങനെ വരാനുള്ള കാര്യമായിട്ട് പുള്ളി പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റെസിഡൻഷ്യൽ യൂണിറ്റി ഓഫ് പാട്രിക്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഇന്ത്യയിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കൂടെ താമസിക്കണം, ബേസിക്കലി ഹസ്ബൻഡ് അച്ഛന്റെ കൂടെയാണ് എന്ത് ചെയ്യുക, മീൻസ് സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക്, ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്കാണ് ന്യൂ കപ്പിൾ എന്ത് ചെയ്യുക, പൊതുവെ വന്ന് താമസിക്കുക. അപ്പം ന്യൂക്ലിയർ ഫാമിലി ആവുന്നതിന് പകരം കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് ഫാമിലിന്റെ സൈസ് എന്തായി വരികയാണ് ചെയ്യുന്നത്, വലുതായി വരികയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, എം ഷാ പറയുന്നത്. ഇപ്പൊ എം ഷാന്റെ സ്റ്റഡി പ്രകാരം ഇനി അതിന് പുറമെ എം ഷാ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, സോ പ്രിഫറൻസ് ഓഫ് സൺ ടു സ്റ്റേ വിത്ത് ദയർ പാരന്റ്സ്, വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ ഇൻ ദ ഹൗസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഡെത്ത് ഓഫ് ദ പാരന്റ്. നോട്ട് ഓൾ ദ സൺസ് എന്ത് ചെയ്യുന്നില്ല, വീട് വിട്ട് പോകുന്നില്ല. അതായത് അച്ഛൻ മരിക്കുന്നവർ ഇവരെന്ത് ചെയ്യും, ഈ വീട്ടിൽ തന്നെ താമസിക്കും. പക്ഷെ ആഫ്റ്റർ ഡെത്ത് ഓഫ് ഫാദർ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല, സ്പ്ലിറ്റ് ആവുന്നില്ല. കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു, അമ്മേന്റെ കൂടെ ആ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ആണ്. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വീട് വിട്ട് പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും പോവാത്തതുകൊണ്ട് ആവറേജ് സൈസ് ഓഫ് ഫാമിലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് തെളിയിക്കാൻ വേണ്ടി പുള്ളി വീണ്ടും ഒരു സ്റ്റഡി നടത്തി, ഒരു വില്ലേജ് സ്റ്റഡി നടത്തി. ഒരു വില്ലേജിലെ മാത്രം ഡാറ്റ എടുത്ത് കുറച്ച് ഫാമിലീസിന്റെ എണ്ണം എടുത്തു. അതാണ് രാധാവൻസ് വില്ലേജ് സ്റ്റഡി, വില്ലേജ് ഓഫ് ഗുജറാത്തിൽ പോയിട്ട് എം ഷാ സ്റ്റഡി നടത്തുന്നത്, രാധാവൻസ് സ്റ്റഡി. സോ രാധാവൻ സ്റ്റഡിയിൽ എം ഷാ കണ്ടെത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ടുക്ക് എ സാമ്പിൾ ഓഫ് 41 ഹൗസ് ഹോൾഡ്, 41 വീടുകൾ എടുത്തു. ആ വീട്ടിൽ പുള്ളി നോക്കുമ്പം ആഫ്റ്റർ ദി മാരേജ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സൺ എന്ത് ചെയ്യുന്നില്ല, പാരന്റ്സിന്റെ ഹൗസിൽ നിന്ന് 29 പേര് എന്ത് ചെയ്യുന്നുണ്ട്, മാറി താമസിക്കുന്നുണ്ട് കല്യാണത്തിന് ശേഷം. അത് ആൺമക്കൾ കല്യാണം കഴിയുമ്പം ആ 29 ഫാമിലി എന്ത് ചെയ്യാണ്, മാറി താമസിക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ള ഫാമിലി, ഒരു 12ഓളം ഫാമിലിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വീട്ടിൽ തന്നെയാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്, അച്ഛന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, സൺ ലിവിങ് വിത്ത് ദ ഫാദർ, ഓൺ ദ ഡെത്ത് ഓഫ് ഫാദർ ദേ ആർ നോട്ട് ലിവിങ് ദി ഹൗസ്.
അപ്പൊ 29 ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓൺ ദ ഡെത്ത് ഓഫ് ഫാദർ ദേ ആർ ലിവിംഗ് ദ ഹൗസ് ആൻഡ് സെപ്പറേറ്റ് ഹൗസ് ചെയ്യുന്നുണ്ട് രാഘവൻ സ്റ്റഡിയിൽ. പക്ഷെ ബാക്കി 12 ഫാമിലിയോളം അവരെന്ത് ചെയ്യുന്നില്ല, ലിവ് ചെയ്യുന്നില്ല. അവർ ഇവിടെ തന്നെ നിൽക്കുകയാണ്, ആ സ്വന്തം അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലിന്റെ കൂടി വരിക എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത് വരാൻ കാരണം, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം, വെസ്റ്റേൺ കോളേജിനെ ചലഞ്ച് ചെയ്യണമല്ലോ. ഒരു ഡാറ്റ എടുത്തിട്ട് മാത്രം പറയുന്ന സമയത്ത് ഇതിനകത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എവിടുത്തെ ഡാറ്റ മാത്രമേ എടുത്തിട്ടുള്ളൂ, രാധാവൻസ് എന്ന് പറയുന്ന ഒരു വില്ലേജിലെ ഡാറ്റ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്ത്യയെ പോലെയുള്ള വലിയൊരു രാജ്യത്തെ അളക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വില്ലേജിലെ 41 ഫാമിലിന്റെ സ്റ്റഡി നടത്തിയിട്ട് ഇന്ത്യയിൽ ന്യൂക്ലിയർ ഫാമിലി മാത്രമാണ് അല്ല ജോയിന്റ് ഫാമിലി ആണ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? അതൊരു റൈറ്റ് സ്റ്റഡി ആണോ? ഇത്രയേ ഉണ്ട്. ഗുജറാത്തിലെ ഒരു ചെറിയ രാധാവൻസ് എന്ന് പറഞ്ഞ ചെറിയ വില്ലേജിൽ അതിൽ 41 ഫാമിലി മാത്രം എടുത്തിട്ട് ഇന്ത്യയെ പഠിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല, അല്ലെ? ചെറിയ സാമ്പിൾ സൈസ് ആണ്. ഇന്ത്യ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഡിഫറെന്റ് സൊസൈറ്റി ഉണ്ട്, ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് രീതിയിലാണ് ഓരോ സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, എമർജ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റഡിക്ക് ഒരു ചെറിയ അതൊരു ക്രിറ്റിസിസമാണ്. സ്റ്റഡിയുടെ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് എന്താണ്, വളരെ ചെറുതാണ്. ചെറിയ സാമ്പിൾ സൈസ് വെച്ചിട്ട് ഇന്ത്യനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാധനമുണ്ട്. പക്ഷെ എയിംഷ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എയിംഷ ആദ്യം പോയിട്ട് ഈ ഹൗസ് ഹോൾഡും ഫാമിലിയും തമ്മിലുള്ള സെപ്പറേഷൻ എന്താണെന്നുള്ള പുള്ളി പ്രൂവ് ചെയ്തു. ഓക്കെ, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി. ഈ സാധനമാണ് എന്ത് ചെയ്യുന്നത്, എയിംഷ ആദ്യം സ്റ്റഡി നടത്തുന്നത്. സോ ഫാമിലി ഇയാൾ പറയുന്നത് എന്താണ്, ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫാമിലിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയും രണ്ട് സാധനമാണ്. പുള്ളിന്റെ സ്റ്റഡീന്റെ പേരാണ് ഹൗസ് ഹോൾഡ് ഡയമെൻഷൻ ഓഫ് ഫാമിലി എന്നാണ് പുള്ളിന്റെ ബുക്കിന്റെ പേര്, ഹൗസ് ഹോൾഡ് ഡയമെൻഷൻ ഓഫ് ഫാമിലി കേട്ടോ. സോ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി എ റെസിഡൻഷ്യൽ യൂണിറ്റ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർ റെസിഡൻഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് യൂണിറ്റ് കമ്പോസ്ഡ് ഓഫ് 1 or more person living under the same roof and eating food cooked in the same kitchen. ഇതല്ല ഒരു വീട് എന്ന് പറയുന്നത്. ഒരു വീട്ടിലൊരു അടുക്കള ഉണ്ടാവും, ആ അടുക്കളയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ നിന്നായിരിക്കും ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും ഫുഡ് കഴിക്കുന്നത് പൊതുവെ. ഓക്കെ, സെയിം കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ഫുഡായിരിക്കും കഴിക്കുന്നത്. അത് ഒരു ഫാമിലി തന്നെ ആവണം നിർബന്ധമുണ്ടോ? ഒന്നുകിൽ കംപ്ലീറ്റ് ഫാമിലി ആവാം, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ഫാമിലി ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ 2 or 3 ഫാമിലിയുടെ മിക്സറും ആവാം. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റും, 2 or 3 ഫാമിലി ഒന്നിച്ച് താമസിക്കുന്നത്. ഫ്രണ്ട്സ് കൂടി വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നുണ്ട്, നിങ്ങൾ താമസിക്കുന്നില്ലേ? ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കാൻ പറ്റുമ്പം നിങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നു. ഇവിടെ നിങ്ങൾ മാത്രമാണോ ആ വീട്ടിലുള്ളത്? ആ വീട് ഒരു ഹൗസ് ഹോൾഡ് ആണോ? അതൊരു ഹൗസ് ഹോൾഡ് ആണ്. കാരണം ദർ ഇസ് എ കിച്ചൺ, സെയിം റൂഫിന്റെ അണ്ടറിലാണ് ആൾ താമസിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ഫാമിലിയാണോ ഉള്ളത്? ഓരോ ഫാമിലിന്റെ ഓരോ യൂണിറ്റ് ഇല്ലേ? ഇപ്പൊ നിങ്ങൾ 4 ഫ്രണ്ട്സ് ആണ് താമസിക്കുന്നെങ്കിൽ ആക്ച്വലി എന്താണ് അവിടെ, 4 ഫാമിലിന്റെ ഒരു യൂണിറ്റ് ആണ് അവിടെ എന്ത് ചെയ്തത്, താമസിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് താമസിക്കും, ഞാനൊരു ഫാമിലിയാണ്. അപ്പൊ എന്റെ ഫാമിലിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ഞാൻ വന്നു, നിങ്ങളെ ഫാമിലിന്റെ റെപ്രസെന്റേറ്റീവായി നിങ്ങൾ വന്നു. അപ്പൊ ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് എന്തോ ആവാം, ചിലപ്പോൾ ഞാനും എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കാം. സോ ദാറ്റ് ബിക്കം എന്താ, 1 ഹൗസ് ഹോൾഡ്. പക്ഷെ ഫാമിലി എന്ത് തന്നെയാണ്, ഒരു ഫാമിലിന്റെ കംപ്ലീറ്റ് ഇവിടെ തന്നെ താമസിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു വീട് എടുത്ത് താമസിക്കുന്നു. ഇവിടെ നോക്കിക്കേ, എന്റെ വീട്ടിൽ ഫുൾ ഫാമിലി ഉണ്ടോ? ഇല്ല, പാർട്ട് ഓഫ് ഫാമിലി ഉണ്ട്. തിരുവനന്തപുരത്താണ് അടുത്ത പാർട്ട് ഓഫ് ഫാമിലി താമസിക്കുന്നത്. ഇപ്പൊ 2 സ്ഥലങ്ങളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എന്റെ ഫാമിലിയെ താമസിക്കുന്നത്. ഒരു പാർട്ട് ഓഫ് ഫാമിലി ഇൻ വയനാട്, ഒരു പാർട്ട് ഓഫ് ഫാമിലി എവിടെയാണുള്ളത്, തിരുവനന്തപുരത്തുമാണ് ഉള്ളത്. സോ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന, ഒരു ഹൗസ് ഹോൾഡിന്റെ അണ്ടറിൽ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഫാമിലിന്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ചേർന്ന് താമസിക്കുന്നതിനെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. സോ ഹൗസ് ഹോൾഡ് ഈസ് എ റെസിഡൻഷ്യൽ യൂണിറ്റ് or domestic unit composed of 1 or more person living under the same roof and eating food cooked in the same kitchen. So thus we can say that it is a domestic group whose members share common residence, cooperation at the domestic level, and the household is considered as a social unit of production, consumption and distribution. Family അല്ല പ്രൊഡക്ഷനും കൺസംപ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കുക്ക് ചെയ്യുന്ന എവിടെയാണ്, ഹൗസ് ഹോൾഡിലാണ്. അപ്പം 4 ഹൗസ് ഹോൾഡ് ഉണ്ടെങ്കിൽ 4 ഹൗസ് ഹോൾഡിലേക്ക് സാധനങ്ങൾ മേടിക്കും. 4 ഹൗസ് ഹോൾഡിലും കൺസംപ്ഷൻ നടക്കും. 4 ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് നടക്കും. ഓട്ടോമാറ്റിക്കലി ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് പോലെ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ യൂണിറ്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, കൺസപ്ഷൻ യൂണിറ്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഹൗസ് ഹോൾഡ് ആക്ട് ചെയ്യുന്നത്. അതൊരു വീടാണ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ വീടാണ്. റൂഫിന് അണ്ടറിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നു. ഇറ്റ് ക്യാൻ ബി ഫ്രം 1 ഫാമിലി, ഇറ്റ് ക്യാൻ ബി ഫ്രം പാർട്ട് ഓഫ് ഫാമിലി, ഓർ എ മിക്സർ ഓഫ് ഡിഫറെന്റ് ഫാമിലീസ് ചേർന്നതാവാം ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഹൗസ് ഹോൾഡാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫാമിലി? അതിനെന്താ നമ്മൾ പറയാ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത്
കോൺസാഗ്നസ് റിലേഷൻ ആവാം, അതേപോലെ തന്നെ എന്താവാം, അഫിനിയൽ റിലേഷൻ. കോൺസാഗ്നസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്ലഡ് റിലേഷൻസ്. അഫിനിയൽ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ വിത്ത് മാരേജ്. ഈ രണ്ട് റിലേഷൻഷിപ്പും കൂടുന്നതായിരിക്കാം എന്തെന്ന് പറയുന്നത്? ഫാമിലി എന്ന് പറയുന്നത്. സോ ഫാമിലി എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് തമ്മിലും നല്ല വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് യൂണിറ്റ്. ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? കുറച്ചുകൂടി ഇമോട്ടീവ് ആൻഡ് ചാർജ്ഡ് ആണ്. ദർ ഈസ് എ ഫീലിംഗ്. ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഇമോട്ടീവ്സ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഫാമിലി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മീനിങ് ആയിരിക്കും. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ വാട്ട് ഈസ് ഫാമിലി ഫോർ വൺ പേഴ്സൺ, അല്ലെ? എന്റെ ഫാമിലി ഡിഫറെന്റ്. നമ്മൾ ആദ്യം പറഞ്ഞു ഫാമിലി വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. ഞാൻ ഫാമിലി എന്ന് കണക്കാക്കുമ്പോൾ ചിലപ്പോൾ എന്റെ ഫാമിലിയുടെ എന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊരു ഫാമിലി ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മുത്തച്ഛനും മുത്തശ്ശി ഉണ്ടാവണമെന്നില്ല. ചിലവരുടെ ഫാമിലിന്റെ ഉള്ളിൽ തന്നെ അമ്മാവനും ഉണ്ടാവും. ഇറ്റ്സ് അബൌട്ട് ഹൗ യു ഫീൽ ആസ് എ ഫാമിലി. ചിലപ്പോൾ എന്റെ ഫാമിലിയുടെ എന്റെ ഫ്രണ്ട്സ് എന്റെ ഫാമിലി ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ഫാമിലീസും ഓരോരുത്തരും എങ്ങനെയാണ് അവരുടെ ഫാമിലിനെ ഇമോട്ടീവ്ലി ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സെൻസസ് എടുക്കുമ്പോൾ നമ്മൾ ഫാമിലിനെയാണ് എണ്ണുന്നത്, ഹൗസ് ഹോൾഡിനെയാണ് എണ്ണുന്നത്? ഹൗസ് ഹോൾഡിനെയാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സെൻസസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാമിലിനെ എണ്ണാൻ പറ്റില്ല. കാരണം ഫാമിലി കനോട്ട് ബി ഡിഫൈൻഡ് ബിക്കോസ് ഇറ്റ്സ് ആൻ ഇമോഷണൽ സാധനം. എന്റെ ഫാമിലി ഏതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം ഇവനും എന്റെ ഫാമിലി എന്ന് പറഞ്ഞൂടെ, എന്റെ കൂട്ടുകാർ എന്റെ ഫാമിലി എന്ന് പറയാം. അപ്പൊ അത് എണ്ണാൻ പറ്റുമോ? ഇറ്റ്സ് ആൻ ഇമോഷണൽ തിങ്. പക്ഷെ ഹൗസ് ഹോൾഡ് എണ്ണാൻ സുഖം. ഇവിടെ വീട്ടിലൊരു 10 വീടുണ്ട്. 1 2 3 4 5 6 ഓക്കെ, 10 ഹൗസ് ഹോൾഡ് ഉണ്ട്. 10 ഹൗസ് ഹോൾഡിൽ ആരൊക്കെ താമസിക്കുന്നു അങ്ങനെ നമുക്ക് എണ്ണാം. പക്ഷെ ഓരോ ഹൗസ് ഹോൾഡിൽ പോയിട്ട് ഇപ്പൊ ഒരു വീട്ടിൽ പോകുന്നു, ഒരു ഹോസ്റ്റലിൽ പോകുന്നു. ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഹൗസ് ഹോൾഡ് അല്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഹൗസ് ഹോൾഡ് ആണ് ഹോസ്റ്റൽ. അവിടെ എത്ര ഫാമിലി ഉണ്ടാവും? 100 ചിലപ്പോൾ എത്രയാണോ 20 25 ഫാമിലീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫാമിലി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല. അത് ഈ ഇവിടെ എന്തുണ്ട്, ഒരു പാർട്ട് ഓഫ് ആളുകൾ താമസിക്കുന്നുണ്ട്, ഡിഫറെന്റ് പാർട്ട് ഓഫ് ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൗസ് ഹോൾഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ബി സിസ്റ്റമാറ്റിക്കലി എന്യൂമറേറ്റഡ് ആസ് വെൽ ആസ് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പക്ഷെ ഫാമിലി എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല, ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇമോഷണൽ ആണ്, ചാർജ്ഡ് ആണ്. ഓക്കെ, ബട്ട് ഹൗസ് ഹോൾഡ് ക്യാൻ ബി കൗണ്ടഡ്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈസ് ദ കോർ ഫീച്ചർ ഓഫ് ഫാമിലി ആൻഡ് കോമൺസാലിറ്റി ഈസ് ദി കോർ ഫീച്ചർ ഓഫ് ദി ഹൗസ് ഹോൾഡ്. ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ആണ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ്, നമ്മൾ ഒന്നിച്ച് താമസിക്കണമെന്നില്ല. പക്ഷെ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺസാലിറ്റി ആണ്. ഒന്നിച്ചെന്ത് ചെയ്യുന്നതാണ്, ഭക്ഷണം കഴിക്കുന്ന, കുക്ക് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാ, ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കുന്നത്. സോ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ബേസിക്കലി ബേസ്ഡ് ഓൺ കോമൺസാലിറ്റി ആണെങ്കിൽ ഫാമിലി ഈസ് ബേസ്ഡ് ഓൺ ഇമോഷൻസ് ആണ്. അപ്പം ഇതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഹൗസ് ഹോൾഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്പ് ഓഫ് ഹൗസ് ഹോൾഡ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിമ്പിൾ ഹൗസ് ഹോൾഡ്, രണ്ട് കോംപ്ലക്സ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ റെസിഡൻഷ്യൽ യൂണിറ്റ് കൺസിഡറിംഗ് ഓഫ് 1 elementary form of family or a part of elementary form of family. 1 elementary form of family എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ മക്കൾ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പാർട്ട് താമസിക്കുന്നതാണ് സിമ്പിൾ. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദർ ഇസ് എ മിക്സർ ഓഫ് മോർ ദാൻ 1 elementary family ഒന്നിച്ച് താമസിക്കുന്ന ഹൗസ് ഹോൾഡിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക, കോംപ്ലക്സ്. റെസിഡൻഷ്യൽ യൂണിറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് elementary family or പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് 2 or more elementary families വരും. ഓക്കെ, കോമ്പിനേഷൻ ആൻഡ് നിങ്ങളുടെ വീട്, നിങ്ങളിപ്പം കൂട്ടുകാർ ഒന്നിച്ച് താമസിക്കുന്നത് എന്താണ്, ഒരു കോംപ്ലക്സ് ഹൗസ് ഹോൾഡിനാണ്. ദർ ഇസ് എ മിക്സ് ആൻഡ് മിക്സർ ഓഫ് എന്ത് വരുന്നുണ്ട്, ഡിഫറെന്റ് ഫാമിലീസ് വരുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു, 1 elementary family ഓർ പാർട്ട് ഓഫ് 1 elementary family ആയിരിക്കും. ഇവിടെ മോർ ദാൻ 2 elementary families എന്തുണ്ടാവും, കോംപ്ലക്സ് ഹൗസ് ഹോൾഡിൽ ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ റെസിഡൻഷ്യൽ യൂണിറ്റ് ബേസിക്കലി നിങ്ങളെ വീടൊക്കെ ഇതിന്റെ അണ്ടറിൽ. ഇതൊക്കെ എന്ത് വരും, ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേസ്ഡ് ഹോസ്റ്റൽസ് ഒക്കെ എന്താണ് ഈ കോംപ്ലക്സിന് അണ്ടറിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സുഹൃത്തുക്കളെല്ലാവരും റെന്റഡ് ആയിട്ട് താമസിക്കുന്നു. ഇതൊക്കെ എന്താണ്, ഒരു കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് ആണ്. ഓക്കെ, സോ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ന്യൂക്ലിയർ, നമ്മൾ ഫാമിലി ന്യൂക്ലിയറൈസ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഫാമിലി ജോയിന്റ് ആണോ എന്ന് നമ്മൾ പഠനം നടത്തുന്ന സമയത്ത് വെസ്റ്റേൺ കോളേഴ്സ് പൊതുവെ എന്തായിട്ടാണ് തെറ്റിദ്ധരിച്ചത്, വീടിന്റെ എണ്ണം കൂടുന്നത് ഫാമിലി ഡിസിന്റഗ്രേറ്റഡ് ആകുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു എന്ന് വിചാരിക്കുന്ന ഇവരെന്താണ് വിചാരിച്ചിട്ടുള്ളത്, ആക്ച്വലി എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്, ഫാമിലി ആണ് ഡിസിന്റഗ്രേറ്റ്. പക്ഷെ അല്ല, എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത്, ഹൗസ് ഹോൾഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസിന്റഗ്രേറ്റ് ആയത്. കാരണം ഹൗസ് ഹോൾഡിനെ ഇവർക്ക് എന്ത് ചെയ്യാം, അവർ വെച്ചാണ് ഇവർ പഠിച്ചത്. കാരണം ഹൗസ് ഹോൾഡിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും, എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ, ഡാറ്റ എടുക്കാൻ പറ്റും, അതിനകത്ത് എത്ര പേര്, അതിന്റെ പോവർട്ടി ലൈൻ, ഇതൊക്കെ നോക്കാൻ പറ്റും. സോ ഹൗസ് ഹോൾഡ് ഇസ് ക്യാൻ ഈസിലി കൗണ്ടബിൾ, എന്യൂമറേറ്റഡ് ആൻഡ് ക്ലാസിഫൈഡ്.
സോ അതിന്റെ ബേസ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്തു, ഇതിനൊരു യൂണിറ്റ് ആയി കൺസെപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫാമിലി ആക്കി കൺസിഡർ ചെയ്തുകൊണ്ടാണ് വെസ്റ്റേൺ സ്കോളേഴ്സ് എന്ത് പറയുന്നത്, മോഡേൺ സൊസൈറ്റിയിൽ ഇന്ത്യയിൽ എന്ത് വന്നു, ന്യൂക്ലിയർ ഫാമിലി വന്നു എന്ന് പറയുന്നത്. ആക്ച്വലി മോഡേൺ സൊസൈറ്റിയിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് അല്ല വന്നിട്ടുള്ളത്, എന്താ വന്നിട്ടുള്ളത്, ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഹൗസ് ഹോൾഡുകളാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ ഹൗസ് ഹോൾഡ് ടുഡേ ഈസ് എ കൺവെൻഷണൽ യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യൽ. ഇപ്പൊ നമ്മൾ സെൻസസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്, ഹൗസ് ഹോൾഡിന്റെ ബേസ് ചെയ്തിട്ടാണ്. സോ അക്കോർഡിംഗ് ടു എം ഷാ, ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ഇറ്റ്സ് ആൻ ഇംപ്രൈസസ് കോൺസെപ്റ്റ് ആൻഡ് ഇൻഹെറന്റ്ലി ആംബിഗസ് ആണ്. ഫാമിലി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ് ഇൻഹെറന്റ്ലി എന്താണ്, ആംബിഗസ് ആണ്. കാരണം എന്റെ ഫാമിലിയും നിങ്ങളുടെ ഫാമിലിയും എന്താണ്, ഡെഫിനിഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഓഫ് ഫാമിലി കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ട് ആണ്. ഓരോരുത്തർക്കും ഓരോ ഫാമിലി ആയിരിക്കും. പക്ഷെ ഹൗസ് ഹോൾഡ് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് ഈസിയാണ്. ഹൗസ് ഹോൾഡ് എന്താണ്, സിമ്പിൾ അല്ലേ, റെസിഡൻഷ്യൽ യൂണിറ്റ് അണ്ടർ വൺ സിംഗിൾ റൂഫ് എന്ത് ചെയ്യുന്നു, ആളുകൾ വൺ ഫോം എലിമെന്ററി ഫാമിലി ആൻഡ് ഷെയറിംഗ് ഫുഡ് ഫ്രം ദി സെയിം കിച്ചൺ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്, ഒരു ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കുന്നത്. സോ പക്ഷെ ഫാമിലി ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ്സ് ഇംപ്രൈസസ് ആൻഡ് ഇൻഹെറന്റ്ലി ആംബിഗസ് ആണ്, ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ആൻഡ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡെഫിനിഷൻ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് മീൻസ് ഡിഫറെന്റ് തിങ്സ് ടു ഡിഫറെന്റ് പീപ്പിൾ ആൻഡ് ഇറ്റ് ടേക്ക് ഡിഫറെന്റ് ഫോംസ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് അല്ലേ. മീനിങ് ഓഫ് ഫാമിലി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. ഓരോ സ്ഥലത്തെയും ഫാമിലി ഡിഫറെന്റ് ആണ്. ഒരു കമ്പനി പോയിട്ട് സിഇഒ പറയാണ് വി ആർ എ ഫാമിലി എന്ന് പറയുന്ന മീനിങ്ങും അച്ഛൻ തീരുമാനം ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നതും രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റിൽ രണ്ട് ഫാമിലി ആയില്ലേ. അപ്പൊ കോണ്ടെക്സ്റ്റ് പ്രകാരവും പറയുന്നത് വെച്ചിട്ടും ഫാമിലിന്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഫാമിലിക്ക് ഒരു സിംഗിൾ ഡെഫിനിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് വി ഡിഫറൻഷിയേറ്റ് ഹൗസ് ഹോൾഡ് ഫ്രം ഫാമിലി, ബിക്കോസ് ഫാമിലി ഈസ് ഹൈലി ഇമോട്ടീവ്ലി ചാർജ്ഡ് യൂണിറ്റ് ആണ്. ഫാമിലി എന്ന് പറയുന്നത് ഇമോട്ടീവ്ലി ചാർജ്ഡ് ആണ്, അതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. ഹൗസ് ഹോൾഡിൽ എന്തില്ല, ഇമോഷൻസ് ഇല്ല. അപ്പൊ അത് കൗണ്ടബിൾ ആണ്. ഇമോട്ടീവ്ലി ആയതുകൊണ്ട് എന്റെ ഫാമിലി എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, വാട്ട് ഐ കൺസിഡർ ആസ് മൈ ഫാമിലി എന്ന് പറയുന്നത്. ചിലവർക്ക് എല്ലാവരും കൂടുന്നതായിരിക്കും ഫാമിലി, അപ്പൂപ്പൻ, വല്യപ്പൻ, അമ്മാവൻ, എല്ലാവരും നമ്മളൊരു ഫാമിലി, അങ്ങനെ ഒരു ഇമോഷണലി ഭയങ്കര കണക്ഷൻ ഉണ്ടാവും ചില ആളുകൾ കണ്ടിട്ടില്ലേ. ചില ആളുകളായിട്ട് കുടുംബമായിട്ട് എന്ത്, UPSC ആസ്പിറൻസിന് പൊതുവെ എന്താണ് ഫാമിലി എന്ന് പറയുന്നത്, എന്താണ്, നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെ. ബേസിക്കലി എന്താണ്, ബാക്കിയുള്ളവരായിട്ട് നമ്മൾ കുറച്ചൊരു അറ്റംപ്റ്റ് കഴിയുമ്പോൾ ഒരു ബന്ധം ഇച്ചിരി കുറഞ്ഞ് അമ്മാവന്മാരെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഉടക്കും, ആദ്യം ഇവരായിട്ടാണ് ഉടക്കുക. കാരണം ഇവന്മാരാണ് ആദ്യം ചൊറിയ. സ്വാഭാവികമായിട്ട് അമ്മമാര് നമ്മൾ ഫാമിലിയിൽ നിന്ന് ആദ്യം ഔട്ട് ആക്കും, നമ്മുടെ ഡെഫിനേഷൻ ഓഫ് ഫാമിലി. സോ ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഡിഫറെന്റ് ആളുകൾക്കാണ്. സോ വെസ്റ്റേൺ സ്കോളേഴ്സിൽ ജോയിന്റ് ഫാമിലി വാസ് റീപ്ലേസ്ഡ് ബൈ, അക്കോർഡിംഗ് ടു വെസ്റ്റേൺ ജോയിന്റ് ഫാമിലി റീപ്ലേസ്ഡ് ബൈ വെസ്റ്റ് ന്യൂക്ലിയർ ഫാമിലി എന്നായിരുന്നു. പക്ഷേ എം ഷാ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഫസ്റ്റ് ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി. നൗ ഈ ഡിഫറൻഷിയേഷൻ ശേഷം ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ സ്റ്റാർട്ടഡ് എൻകൗണ്ടറിങ് എന്ത് ചെയ്തു, വെസ്റ്റേൺ സ്കോളേഴ്സ് പറയുന്ന ഇവല്യൂഷൻ തിയറി ഓഫ് ഫാമിലിക്ക് എതിരെയാണ് ഇനി ആര് സംസാരിക്കുന്നത്, എസ് ഷാ പറയുന്നത്. സോ രാധാവൻസ് വില്ലേജ് സ്റ്റഡി പ്രകാരം ഇയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് ആണ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ന്യൂക്ലിയർ ഹൗസ് ഹോൾഡ് കൂടുന്നുണ്ട്, പക്ഷെ ഫാമിലി ഇപ്പോഴും എന്ത് തന്നെയാണ്, റിമെയിൻ ജോയിന്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ടാന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ the nuclear household consists of family relatives and they come together on the occasions like wedding, festival, economical needs. ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇവർ ഒന്നിച്ചു വരും. ഹൗസ് ഹോൾഡ് ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ ഹൗസ് ഹോൾഡുകളായി മാറുന്നുണ്ടെങ്കിലും ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഫാമിലി ഇപ്പോഴും എന്ത് തന്നെയാണ്, ജോയിന്റ് തന്നെയാണ്. ഇനി ഓരോ ഇവന്റ്സിനും സ്പെഷ്യൽ ഒക്കേഷൻസിനും എന്ത് ചെയ്യും, ഇതെല്ലാം ജോയിന്റ് ആവും. ഫോർ എക്സാമ്പിൾ മരണം സംഭവിക്കുമ്പോൾ ജോയിന്റ് ആവും. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരാൾ കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമല്ലേ, ആ സമയത്ത് എന്ത് ചെയ്യും, ഫാമിലി ജോയിന്റ് ആവും. കൾച്ചറൽ ഫെസ്റ്റിവൽസിന്റെ സമയത്ത് ഫാമിലി എന്ത് ചെയ്യും, ജോയിന്റ് ആവും. അല്ലെങ്കിൽ വെഡിങ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫാമിലി ജോയിന്റ് ആവും. സോ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു അടിപൊളി സംഭവം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഇവന്റ് നമുക്ക് ഇപ്പം കുടുംബക്ഷേത്രം ഉണ്ടാവും. ഈ കുടുംബക്ഷേത്രത്തിൽ വരുന്ന സമയത്ത്, ഇതിനകത്ത് ഒരു ഉത്സവം വരുന്ന സമയത്ത് ആ ഫാമിലി എല്ലാവരും എന്ത് ചെയ്യും, ഈ പർട്ടിക്കുലർ ടെമ്പിളിലേക്ക് തിരിച്ചു വരും. ആ ഒരു ഏതാണോ സ്ഥലമുള്ള ഒരു വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു വരും. സോ അവിടെയും ഫാമിലി എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ജോയിന്റ് ആയിരിക്കുകയാണ്. സോ ദ പ്രോസസ് വെയർ ഫാമിലി എല്ലാവരും ഹൗസ് ഹോൾഡുകൾ സെപ്പറേറ്റ് ആണെങ്കിലും the coming together of all the families is considered as a process of fusion. ഇതെന്ത് ചെയ്യുന്നു, ഫ്യൂഷൻ ഓഫ് ഫാമിലി എന്നാണ് പുള്ളി പറയുന്നത്. സോ ദ ഹോൾ പ്രോസസ് ഓഫ് ന്യൂക്ലിയർ ഹൗസ് ഹോൾഡ് കമ്മിങ് ടുഗദർ ഈസ് നോൺ ആസ് ഫ്യൂഷൻ. എല്ലാം എന്ത് ചെയ്യുന്നു, ഒന്നിച്ചു പോകുന്നു. ഇങ്ങനെ ഫ്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും സംഭവിക്കുന്നുണ്ട്, ഫിഷനും സംഭവിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഫിഷൻ സംഭവിക്കുക, അച്ഛനും മക്കളുമായിട്ട് അടി ഉണ്ടാക്കുന്നു, മക്കള് പിണങ്ങി പോകുന്നു, സെപ്പറേറ്റഡ്, ഫിഷനായി. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കല്യാണത്തിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു, ആഫ്റ്റർ വെഡിങ് ദേ ആർ
സ്റ്റാർട്ടിങ് എ ന്യൂ റെസിഡൻഷ്യൽ യൂണിറ്റ്, ഫിഷൻ സംഭവിക്കുന്നു അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അനിയന്മാര് തമ്മിൽ എന്ത് ചെയ്യുന്നു, സ്വത്ത് തർക്കം ഉണ്ടാവുന്നു, ദർ വിൽ ബി ഫിഷൻ അല്ലെ. സോ ഫാമിലിയിൽ ഈ ഫിഷൻ ചെയ്ത ഫാമിലി ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ഫ്യൂഷൻ സംഭവിക്കാം. ഇപ്പൊ അനിയനും അമ്മമാര് തമ്മിൽ ഉടക്കി പിരിഞ്ഞ് 2 വീടുണ്ടാക്കി, പക്ഷെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇവന്റ് വരുമ്പോൾ വീണ്ടും ഒരു എന്ത് ചെയ്യും, ചിലപ്പം തിരിച്ചു വരും. നേരത്തെ നേരം മിണ്ടില്ലെങ്കിലും ദേ വിൽ കം അണ്ടർ വൺ റൂഫ്, വീണ്ടും എന്ത് ചെയ്യും, തിരിച്ചും വരും. സോ അഗൈൻ ദാറ്റ് വിൽ ബി എ ഫ്യൂഷൻ. സോ എൻ്റെ ഫാമിലി പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ ഓഫ് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഒരു പോയിന്റിൽ എല്ലാവരും ഒന്നിച്ചു വരും, ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, എല്ലാവരും സെപ്പറേറ്റഡ് ആയി പോകും എന്നാണ് ആര് പറയുന്നത്, എം ഷാ പറയുന്നത്. He said that some occasions the fission process take place, like death of the father, property dispute, urban employment, higher education. ഈ സമയത്തൊക്കെ എന്ത് ചെയ്യും, ഫാമിലിയിൽ നിന്ന് ആളുകൾ പുറത്തോട്ട്. ഇപ്പൊ നിങ്ങൾ എന്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്, ഫാമിലിന്റെ ഫിഷന്റെ ഭാഗമായിട്ടാണ് അല്ലെ. നിങ്ങൾ എന്തിന്റെ ഭാഗം, പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട് വിട്ടിറങ്ങി. സോ യു ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ഫാമിലി. ഇനി എന്ത് ചെയ്യും, ഫിലിംസ് നോക്കുമ്പോൾ ദർ വിൽ ബി ഫ്യൂഷൻ, പിന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഫിഷൻ അല്ലെ. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ സക്സസ് ആകുമ്പോൾ വീണ്ടും ഫ്യൂഷൻ സംഭവിക്കില്ലേ, വീട്ടിൽ പോയിട്ട് ആഘോഷം പരിപാടികൾ അല്ലേ, റിസൾട്ടൊക്കെ വന്ന് ടോപ്പറൊക്കെ ആയി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകില്ല, അല്ലെ ഇവിടെ തന്നെ നിൽക്കുവോ, ഇവിടെ തന്നെ നിൽക്കുവോ, വീട്ടിലോട്ട് തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, ഫ്യൂഷനാണ് സംഭവിക്കുക. വീണ്ടും ലബാസിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിച്ചു, ഫിഷൻ സംഭവിച്ചു. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സൈക്കിൾ ഓഫ് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ആണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചോളം, വെസ്റ്റേൺ സ്കോളേഴ്സിനെ സംബന്ധിച്ചോളം ഇത് സൈക്കിൾ ആയിരുന്നോ? ഇറ്റ് ഈസ് ട്രഡീഷണൽ ഫാമിലി എന്താണ്, എക്സ് ജോയിന്റ് ഫാമിലി, മോഡേൺ ഫാമിലി എന്താണ്, ന്യൂക്ലിയർ ഫാമിലി. അല്ലാതെ ഇത് തമ്മിൽ എന്താണ് ഒരു കണ്ടിന്യൂഷൻ ഒന്നും ആരും എന്താ ന്യൂക്ലിയർ ഫാമിലി വീണ്ടും ജോയിന്റ് ആവുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബൈനറി ഓപ്പോസിഷൻ ആയിരുന്നു ആരെ സംബന്ധിച്ചോളം, വെസ്റ്റേൺ സ്കോളേഴ്സിനെ സംബന്ധിച്ചോളം ന്യൂക്ലിയർ ഫാമിലിയും ട്രഡീഷണൽ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ബൈനറി ഓപ്പോസിഷൻസ് ആണ്. പക്ഷെ ഇന്ത്യൻ സ്കോളേഴ്സിൽ എം ഷായെ സംബന്ധിച്ചോളം ഈ ഒബ്സർവ് ദാറ്റ് fission and fusion of household on the different occasions. The entire process of fission and fusion household is also called as the developmental cycle of family. This particular process of fission and fusion is known as development cycle of family. Western scholars പറഞ്ഞത് എന്തായിരുന്നു, there will be joint versus nuclear ആണെങ്കിൽ പുള്ളി പറയുന്നത് എന്താണ്, there is a joint nuclear continuum. Okay, there is a joint nuclear continuum in India. പക്ഷെ വെസ്റ്റേൺ സ്കോളേഴ്സ് എന്താണ്, ഇറ്റ്സ് ബിറ്റ്വീൻ ജോയിന്റ് ഫാമിലി വേഴ്സസ് ന്യൂക്ലിയർ ഫാമിലി. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല, ദർ ഇസ് എ കണ്ടിന്യൂ, ജോയിന്റ് ആവും, അത് ന്യൂക്ലിയർ ആവും, വീണ്ടും ജോയിന്റ് ആവും, ന്യൂക്ലിയർ, ഇങ്ങനെ എന്താണ് ഡെവലപ്മെന്റ് സൈക്കിൾ ഓഫ് ഫാമിലിയാണ്. ഫിഷൻ ആൻഡ് ഫ്യൂഷൻ പ്രോസസ് ആണ് എന്ത് പറയുന്നത്, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ശരിക്കും ഇന്ത്യയിൽ ന്യൂക്ലിയർ ഫാമിലി ആണോ ജോയിന്റ് ഫാമിലി ആണോ ഉള്ളത്? ശരിക്കും ഇന്ത്യയിൽ എന്താണുള്ളത്, ഇപ്പോഴും ജോയിന്റ് ഫാമിലി ആണുള്ളത്. പക്ഷെ എന്താണ്, ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഉണ്ട്. നമ്മുടെ ധാരണ എന്താണ്, പൊതുവെ ഇന്ത്യയിൽ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളതാണ്. ന്യൂക്ലിയർ ഫാമിലി ആണ് എന്തുണ്ടാവില്ല, ഫാമിലിയായിട്ട് നമ്മൾ പുതിയ ബന്ധം ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് കണ്ടിന്യൂ ആണ്, ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ആണ്, നമ്മൾ മാറി വന്നുകൊണ്ട് ഇരിക്കും. സോ ദാറ്റ് ഇസ് കോൾഡ് ഡെവലപ്മെന്റ് സൈക്കിൾ ഓഫ് ഫാമിലി ആസ് പെർ എം ഷാ. സോ ദർ ഈസ് എ ന്യൂക്ലിയർ ജോയിന്റ് ന്യൂക്ലിയർ കണ്ടിന്യൂം ഇൻ ഇന്ത്യ. ഓക്കെ, and the reasons is give why this is happening, there are various reasons. One reason is that principle of residential patrilineal unity. കല്യാണം കഴിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അച്ഛന്റെ വീട്ടിലേക്ക് ഇവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഒരു പോയിന്റ് അച്ഛനെ മരണശേഷം കുറെ പേര് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു. സോ അതൊരു റീസൺ ആണ്, ഇങ്ങനെ ഒരു കണ്ടിന്യൂം വരാനുള്ള റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ നീഡ്സ്. ഫോർ എക്സാമ്പിൾ, ജോലി കിട്ടി നിങ്ങൾ പുറത്തു പോകുന്നു, അവിടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂഷൻ നടക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ സോഷ്യൽ നീഡ്സ്, പുറത്ത് നിങ്ങൾക്ക് ബന്ധങ്ങൾ, വീട്ടുകാർ തമ്മിൽ, അമ്മയമ്മയും മരുമോളും തമ്മിൽ അടി, ഒരു ഫ്യൂഷൻ ചാൻസ് അല്ലേ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പല സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ, എക്കണോമിക്കൽ റീസൺ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ ഫാമിലി ഡിസിന്റിഗ്രേറ്റഡ് ആവുന്നു, നോട്ട് ഫാമിലി ഡിസിൻ, ഹൗസ് ഹോൾഡ് ഡിസിന്റിഗ്രേറ്റഡ് ആവുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, ജോയിന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഫെസ്റ്റിവൽസ്, സെറമണി സമയമാകുമ്പോൾ ഇത് എന്ത് ചെയ്യും, യോജിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടി ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫാമിലിനെ കണ്ടിന്യൂസ് ബാധിക്കുന്ന കാര്യങ്ങളാണ്, ഈ സൈക്കിളിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഫെസ്റ്റിവൽസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ ഇന്ത്യ. ബിക്കോസ് ഈ സമയത്താണ് നമ്മുടെ ഫാമിലീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, വീണ്ടും ആ ഫാമിലി സിസ്റ്റം ജോയിന്റ് ആയിട്ട് വരുന്ന ഒക്കേഷൻസ് വരുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ആക്ച്വലി ദ ഡിബേറ്റ് ബിറ്റ്വീൻ വെസ്റ്റേൺ സ്കോളേഴ്സ് ആൻഡ് ഇന്ത്യൻ സ്കോളേഴ്സ്. വെസ്റ്റേൺ സ്കോളേഴ്സ് വിചാരിച്ചത് ബൈനറി ഓപ്പോസിഷൻ ആണ്, ഇന്ത്യൻ സ്കോളേഴ്സ് പറയുന്നത് ബൈനറി ഓപ്പോസിഷൻ അല്ല. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഓൺലൈൻ ഓക്കെ ആണോ? നീരജ്, ഹൃത്വിക, നിസ്ലൻ, പ്രീത്? ക്ലിയർ ആണ് സർ. ഓക്കെ, ഓക്കെ ആണ് സർ.
3-4 ജ്യൂസൊക്കെ മേടിച്ച് ക്ലാസ്സിൽ വരിക, എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അവിടുന്ന് കുടിക്കുക. ഞാനിവിടെ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജ്യൂസ് മാംഗോ ജ്യൂസ് എടുത്ത് പൊട്ടിച്ച് കുടിക്കും. ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ മറ്റേ സ്ട്രോബെറിന്റെ ജ്യൂസ് എടുത്ത് കുടിക്കും. വേണ്ട. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഉണ്ടോ? നോ സാർ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് ഈസ് കിൻഷിപ്പ്. വാട്ട് ഈസ് കിൻഷിപ്പ് ബേസിക്കലി? കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ കിൻ ഗ്രൂപ്പ് എന്നൊക്കെ പറയും. നമ്മുടെ കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബന്ധുക്കാര്. അപ്പൊ എന്തായിരിക്കും അത്? ഇറ്റ്സ് ബേസിക്കലി എ നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് എന്താണ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി അല്ലെ, ഓൺ ദ ബേസിസ് ഓഫ് കോൺസാഗ്നസ് ആസ് വെൽ ആസ് അഫിനിറ്റി, രണ്ടിലും ഉണ്ടാവും. അപ്പം ഇറ്റ്സ് എ കിൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്റർ കണക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ് കോൺസാഗ്നസ് ആസ് വെൽ ആസ് അഫിനിറ്റി. കോൺസാഗ്നസ് മീൻസ് ത്രൂ ബ്ലഡ് റിലേഷൻ. അതെന്താണ്? അച്ഛൻ മകൻ കൊച്ചുമകൻ, ഇതെന്താണ്? കോൺസാഗ്നസ് റിലേഷൻഷിപ്പ് ആണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അഫിനിയൽ റിലേഷൻ ആണ്. ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇത് കോൺസാഗ്നസ് റിലേഷൻ ആണ്. അമ്മയും മോനും ഉള്ളതും അച്ഛനും മോനിൽ കോൺസാഗ്നസ്. പക്ഷെ അച്ഛനും അമ്മയും തമ്മിലുള്ള എന്താണ്? അഫിനിയൽ റിലേഷൻഷിപ്പ് ആണ്. അച്ഛനും അമ്മയും തമ്മിൽ അഫിനിയൽ റിലേഷനും അമ്മയും അച്ഛന്റെ അനിയനും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? കോൺസാഗ്നസ് ആണോ? അഫിനിയൽ റിലേഷൻ ആണ്. കല്യാണം കഴിച്ചതുകൊണ്ട് രണ്ട് ഫാമിലീസ് എന്ത് ചെയ്യും? ഒന്നിക്കുന്നു. സോ അതെന്താണ്? ഒരു ഇമോഷണൽ അഫിനിയൽ റിലേഷൻഷിപ്പ് ആണ് അല്ലെ? സോ ബ്ലഡ് റിലേഷൻഷിപ്പിന്റെ പ്രകാരവും നമുക്ക് ഫാമിലി കിൻ ഗ്രൂപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കിൻ ഗ്രൂപ്പ് ഉണ്ടാവും. ഇന്ത്യയിൽ ബേസിക്കലി മാരേജ് എന്ന് പറയുന്നത് എന്തുകൂടി ഉൾപ്പെടുത്തുന്നത്? ബേസിക്കലി നമ്മൾ പറയില്ല, ഇന്ത്യയിൽ മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ടു ഫാമിലീസ്. ഫാമിലിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കല്യാണം കഴിക്കാനുള്ള ഒരു വൺ ഓഫ് ദ റീസൺ ഇന്ത്യയിൽ എന്താണ്? ബേസിക്കലി ഫാമിലിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ്. ഫാമിലിന്റെ വെൽത്ത് കൂട്ടുക, ഫാമിലിന്റെ ഇൻഫ്ലുവൻസ് കൂട്ടുക. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടി എത്തുമ്പോൾ നമ്മൾ പല സ്ഥലത്ത് കാണുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഫാമിലിന്റെ കല്യാണം എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. വിൽ ഡിസ്കസ് ലേറ്റർ. സോ ബേസിക്കലി കിൻഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് ബേസിക്കലി രണ്ടായിട്ട് കിൻഷിപ്പ് ഗ്രൂപ്പിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. റിയൽ കിൻഷിപ്പും ഉണ്ട്, ഫിക്റ്റീവ് കിൻഷിപ്പ് ഗ്രൂപ്പ്. റിയൽ കിൻഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേസിക്കലി കോൺസാഗ്നസ് റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് എന്താണ്? അതെ, മറ്റേ ഓഫീസിലേക്ക് വന്നാൽ മതി. ഓഫീസിലേക്ക് വന്നാൽ മതി. ഓക്കെ, അവിടെ റിയൽ കിൻഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി എന്താണ്? ബേസ്ഡ് ഓൺ ബ്ലഡ് റിലേഷൻ ആസ് വെൽ ആസ് നാച്ചുറൽ റിലേഷൻഷിപ്പ്. പക്ഷെ ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഗാന്ധിജിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബാപ്പുജി. ബാപ്പുജി എന്ന് പറഞ്ഞാൽ നമ്മളെ അപ്പൂപ്പൻ എങ്ങനെയാണോ ഗാന്ധിജി? ബ്ലഡ് റിലേഷൻ ഉണ്ടോ? നാച്ചുറൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? പക്ഷെ എന്താണ്? നമ്മൾ നമ്മുടെ അപ്പൂപ്പന്റെ പേര് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത് ബാപ്പുജി എന്നാണ് ഗാന്ധിജിനെ വിളിക്കുന്നത് അല്ലെ? ദ ഫാദർ ഓഫ് അവർ നാഷൻ എന്നാണ് വിളിക്കുന്നത്. ബട്ട് ദർ ഇസ് നോ ബ്ലഡ് റിലേഷൻ, ദർ ഇസ് നോ നാച്ചുറൽ റിലേഷൻഷിപ്പ്. ഇതെന്താണ്? ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ഫിക്റ്റീവ് ഓർ പ്യൂട്ടേറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് ഇതിനെ വിളിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇമാജിനറി ആണ് ഇവിടെ. ഇപ്പൊ നമ്മൾ ഇമാജിനറി റിലേഷൻഷിപ്പിൽ നമ്മൾ പറയില്ലേ, ഞാനിപ്പോ അതാണ് എന്റെ മുത്തശ്ശൻ എന്ന് പറയുന്ന ആരാ? ശിവനാണ്. അല്ലെങ്കിൽ എന്റെ കാരണവരെന്ന് പറയുന്നത് ഞങ്ങൾ ശിവന്റെ മക്കളാണ്, എന്റെ ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ വിഷ്ണുവിന്റെ മക്കളെ ഭാഗമാണ്, അല്ലെങ്കിൽ സർപ്പത്തിന്റെ മക്കളാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മുത്തശ്ശൻ ആരായിട്ട് വരും? സർപ്പമായിട്ട് വരും. അപ്പൊ ഇവന്റെ മുത്തച്ഛൻ ഒരു കരടിയായിരുന്നു, എന്റെ സിംഹം. അപ്പൊ ഇതെന്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതെന്താണ്? ഫിക്റ്റീവ് ആണ്. നമ്മൾ ഇന്ന ഫാമിലിന്റെ ഭാഗത്ത് നമ്മൾ ഇമാജിനറി ആണ്. ഇങ്ങനെയും വരാം, അതേപോലെ തന്നെ എങ്ങനെയും വരാം റിയൽ റിലേഷൻഷിപ്പ്. നിന്റെ ഏതാ? അവളുടെ ഒരു ഇത് ആലോചിച്ചിട്ട് കാട്ടുപോത്ത് ആലോചിച്ചിട്ട് അവൾ ചിരിക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫിക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കിൻഷിപ്പ് ഈസ് എ കൾച്ചറൽ കൺസെപ്റ്റ്. കിൻഷിപ്പ് മേ ബി ബേസ്ഡ് ഓൺ റിയൽ റിലേഷൻഷിപ്പ്, ഫാദർ സൺ റിലേഷൻഷിപ്പ് ആവാം. പ്യൂട്ടേറ്റീവ് ഓർ ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് ഗാന്ധി ഈസ് കോൾഡ് ആസ് എ ബാപ്പു എന്ന് വിളിക്കുന്നതാണ്. സോ കിൻഷിപ്പ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ് ബ്ലഡ് റിലേഷൻ ആസ് വെൽ ആസ് ഓൺ ദ ബേസിസ് ഓഫ് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? കിൻഷിപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. സോ ഈ കിൻഷിപ്പ് റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞു, ഈ കോൺടാക്ട് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡൊണേറ്റ് ഇപ്പൊ നമ്മൾ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞോ. അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിന്റെ ഭാഗമാണ്? കിൻഷിപ്പ് റിലേഷൻഷിപ്പിന്റെ ഭാഗമാണോ? ബ്ലഡ് റിലേഷൻ ആണോ ശരിക്കും? അവിടെ ശരിക്കും ബ്ലഡ് റിലേഷൻ ഇല്ല.
പക്ഷെ സൊസൈറ്റിക്കലി അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ എന്താണ് ഇത് സ്വന്തം മോനാന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ അത് എന്ത് റിലേഷൻ ആയിട്ട് തന്നെ കാണുക, കോൺസാഗ്നിയസ് റിലേഷൻഷിപ്പ് ആണ് കാണുക. ഇപ്പൊ ഞാനൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടീന്റെ അച്ഛൻ ഞാനാണ്. അവിടെ കോൺസാഗ്നിയസ് ഇതൊരു ബ്ലഡ് റിലേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. സോ കോൺസാഗ്നിയസ് കിൻഷിപ്പ് ഇറ്റ് ഈസ് നോട്ട് ദി ബയോളജിക്കൽ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ബട്ട് ദി സോഷ്യൽ റെക്കഗ്നിഷൻ. നാട്ടുകാർ എങ്ങനെയാണ്, സൊസൈറ്റി അല്ലേ, നാട്ടുകാർ നമ്മൾ ഇത് എങ്ങനെ കാണുന്നു, സോഷ്യൽ റെക്കഗ്നിഷൻ ആണ്, ഇതെന്റെ മോനാന്നുള്ള സോഷ്യൽ റെക്കഗ്നിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റാദർ ദാൻ ബയോളജിക്കൽ ഫാക്ടർ. കൃത്യം DNA ആണോ എന്നുള്ളത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. So an adopted child is traced as one's own biological produced child all over the world. ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റഡ് സണ്ണിനെയും ബയോളജിക്കൽ സണ്ണിനെയും എല്ലായിടത്തും എന്തായിട്ടാണ് കാണുന്നത്, ഈക്വൽ ആയിട്ട് കാണുന്നത്. ഇപ്പൊ എനിക്കൊരു ബയോളജിക്കൽ സണ്ണും ഉണ്ട്, അഡോപ്റ്റഡ് സണ്ണും ഉണ്ട്. റൈറ്റ്സിൽ എന്തില്ല, ഡിഫറൻസസ് ഒന്നുമില്ല, ബോത്ത് ആർ ഈക്വൽ എന്നുള്ള രീതിയിലാണ് കാണാൻ പറ്റുക. ഇനി കിൻഷിപ്പിനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ രണ്ട് രീതിയിലാണ് കിൻഷിപ്പ് ഗ്രൂപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ക്ലാസിഫിക്കേറ്ററി സ്കീമും ഉണ്ട്, രണ്ട് ഡിസ്ക്രിപ്റ്റീവ് സ്കീമും ഉണ്ട്. ക്ലാസിഫിക്കേറ്ററി സ്കീമിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിൻഷിപ്പ് ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തർ വിളിക്കാൻ വേണ്ടി. കിൻഷിപ്പ് ബേസിക്കലി എന്താണ്, ഇന്റർ കണക്ഷൻസ് ആണ്. അപ്പൊ ആരൊക്കെയാണ് ഇന്റർ കണക്ഷൻ? ബേസിക്കലി ഞാനും അമ്മയായിട്ട് കണക്റ്റിരിക്കുന്നതിന് ഞാൻ വിളിക്കുന്ന പേരെന്താണ്, മദർ. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. ഇതാ എന്റെ മദറാണ്, മദറിന്റെ മോനാണ് ഞാൻ, സണ്ണാണ് ഞാൻ. അതേപോലെ എന്ത് ചെയ്യുന്നു, ഫാദർ സണ്ണുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്യുന്നുണ്ടാവും. ഫാദറിന് മദർ ആരായിരിക്കും, വൈഫ് ആയിരിക്കും. ഇവർക്ക് എന്തായിരിക്കും, ഹസ്ബൻഡ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടേംസ് എന്തായിരിക്കാം, ഇപ്പൊ ഹസ്ബൻഡ് അമ്മേനെ എന്തായിരിക്കും വിളിക്കുന്നത്, ഐ മീൻ അച്ഛനാണ് നിങ്ങളെ അമ്മേനെ എന്താ വിളിക്കുന്നത്, എടി, ഒരു കിൻഷിപ്പ് ടേം ആയിരിക്കാം. പിന്നെ പേര് വിളിക്കോ, പിന്നെയോ ശരിക്കും നിങ്ങൾ അച്ഛൻ നിങ്ങളെ അമ്മേനെ എന്താ വിളിക്കുന്നത്, ആരൊന്നും വിളിക്കുന്നില്ലല്ലേ ബേസിക്കലി. ശരിക്കും ഫാമിലിയിൽ എന്ത് ചെയ്യുന്നില്ല, ഇപ്പത്തെ ജനറേഷൻ ഫാമിലിയിൽ നമ്മൾ എടാ ചെല്ലപ്പേരൊക്കെ ഇട്ടില്ല, കുട്ടു പപ്പു ഇന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കാർ വിളിക്കാറുണ്ട്. പണ്ടത്തെ കാര്യത്തിൽ എന്തായിരുന്നില്ല, അതെ അതേ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പിള്ളേരുടെ അച്ഛ. പക്ഷെ മറ്റൊരു ഇവിടെ ആരും ഇല്ലേ പേരൊന്നും വിളിക്കുക, എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കും. ഈ ഒച്ച റെക്കഗ്നൈസ് ചെയ്തിട്ട് അമ്മ മനസ്സിലാക്കണം എനിക്കുള്ള വിളിയാണ് വരുന്നത്, അല്ലാതെ എന്ത് ചെയ്യാറില്ല, പൊതുവെ പേരുകൾ വിളിക്കാറില്ല. സോ എങ്ങനെയാണ് കിൻഷിപ്പ് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, കിൻഷിപ്പിനെ പറ്റി, നമ്മൾ കിൻഷിപ്പ് യൂസേജിനെ പറ്റി പറയുന്നത്. ഇതിനകത്ത് ഈ കിൻഷിപ്പുകൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ക്ലാസിഫിക്കേറ്ററി ടേംസ് യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ടേംസ് യൂസ് ചെയ്യാറുണ്ട്. ക്ലാസിഫിക്കേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിൻഷിപ്പ് ടേം വെച്ചിട്ട് തന്നെ ഡിഫറെന്റ് ആളുകളെ കണക്ട് ചെയ്യും. നമുക്കത് ആരാന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ അങ്കിൾ എന്നുള്ള യൂസേജ്, അങ്കിളുടെ യൂസേജ് ഞാൻ എന്റെ റിയൽ അങ്കിളിനെ കണ്ടാൽ ഞാൻ അങ്കിളെ എന്ന് വിളിക്കും. അവിടെ വഴി കൂടെ പോകുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്കിളെ എന്ന് ചിലപ്പോൾ വിളിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്കിൾ ഇതിന് എത്ര രൂപയെന്ന് സാധനം ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതേ വേർഡ് തന്നെ യൂസ് ചെയ്തിട്ട് എന്റെ അച്ഛൻ അനിയനെ അങ്കിൾ എന്ന് വിളിക്കും, ചിലപ്പം അമ്മേന്റെ അനിയനെയും ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അങ്കിൾ എന്ന് വിളിക്കും. ഇത് എക്സാക്ട്ലി ആരാണ് അങ്കിൾ എന്ന് മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഒരേ വേർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പല ആളുകളെ വിളിക്കുന്നു. ദിസ് ഈസ് ക്ലാസിഫിക്കേറ്ററി ടേം. ഓക്കെ, ആന്റി എന്ന് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നു അല്ലെ. ആന്റി എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്, ശരിക്കും ആന്റി എന്ന് പറഞ്ഞാൽ ആരാണ്, അങ്കിളിന്റെ വൈഫ്. ഓക്കെ, അങ്കിളുടെ വൈഫാണ് ആന്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ആന്റിന്ന് ഈ ആന്റിനെ മാത്രമാണ് വിളിക്കുന്നത്. നീ കുറച്ച് വിളി കൂടുതലാണ് ആന്റിമാർ. അപ്പൊ നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, ആന്റി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്, കൃത്യമായിട്ട് ഒരാളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇല്ല. ദിസ് ഈസ് നോൺ ആസ് ക്ലാസിഫിക്കേറ്ററി ടേംസ് ഓഫ് കിൻഷിപ്പ് ഗ്രൂപ്പ്. ഓക്കെ, സോ ക്ലാസിഫിക്കേറ്ററി സ്കീമില് അണ്ടർ ദി സിസ്റ്റം ദ വേരിയസ് കിങ്സ് ആണ്, കൈൻഡ് അല്ല, various kins are included in one category, all are referred by same term. അങ്കിൾ ആന്റി എന്നൊക്കെ പറയുന്നത് എന്താണ്, സെയിം ആണ്. പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേം എന്തായിരിക്കും, ഒരാളെ സ്പെസിഫൈ ചെയ്യണം. അച്ഛൻ, നാട്ടുകാരെ കൂടിയൊക്കെ കാണുന്നവരൊക്കെ നമ്മൾ അച്ഛനെ വിളിക്കോ, ഇല്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ എന്ത് ആളുകൾ വിചാരിക്കും അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് നമ്മൾ പറയില്ലേ, പല തന്തയ്ക്ക് പിറന്ന ആളെന്ന് പറയാറില്ലേ, ശരിക്കും അത് പോസിബിൾ ആണോ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? അതൊക്കെയല്ല എങ്ങനെയാലും മറക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ ബേസിക്കലി എന്താണ്, അച്ഛൻ എന്ന് പറയുന്ന ടേം എന്താണ്, ഒരാളെയാണ് കൃത്യം നമുക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ അച്ഛനെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പള്ളിയിൽ അച്ഛനൊരു പ്രശ്നമുണ്ട്. പക്ഷെ അച്ഛനെ ഫോൺ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അച്ഛനെ വിളിക്കുക. നമുക്കറിയാം ആരാ വിളിക്കാൻ പോകുന്നത്. അമ്മേനെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, അപ്പൊ ചാച്ച അല്ലെ, അച്ഛൻ അല്ലെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ, വല്യച്ഛൻ എന്ന് വിളിക്കാറുണ്ട് ആളുകൾ. ഈ വല്യച്ഛൻ എന്ന് വിളിക്കുന്നത് ശരിക്കും ആരാ? ചില ആളുകൾ അച്ഛന്റെ ചേട്ടനെയാണ്, ചില ആളുകൾ ആരാണ്, അച്ഛന്റെ അച്ഛനെയും വിളിക്കും. അത് അച്ഛന്റെ അച്ഛനെയും അച്ഛന്റെ ചേട്ടനെയും ഉപയോഗിക്കുന്ന ഒരു വേർഡ്. ഇതെന്ത് വേർഡാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണോ ക്ലാസിഫിക്കേറ്ററി ആണോ? ക്ലാസിഫിക്കേറ്ററി ആണ്. ഒരേ ടേം ഉപയോഗിച്ചിട്ട് പല ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു.
പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ എന്താണ്, ഒരു ടേമില് ഒരു പേര് ഒരാളെ ഉണ്ടാവുള്ളൂ. അച്ഛൻ, അമ്മ, ചാച്ച. നോർത്തിൽ ചാച്ച എന്ന് പറഞ്ഞാൽ അച്ഛൻ, അല്ലാതെ വേറെ ആളുകൾ കയറി നമ്മൾ എന്ത് വിളിക്കില്ല, ചാച്ച. പക്ഷെ കേരളത്തിലേക്ക് പറഞ്ഞാൽ ചാച്ച എന്ന് പറഞ്ഞാൽ പല ആളുകൾ ചാച്ച എന്ന് വിളിക്കാറുണ്ട്. ഇപ്പം അപ്പൂപ്പനെയും ചാച്ച എന്ന് വിളിക്കും, അച്ഛനെ ചാച്ച എന്ന് വിളിക്കും, അച്ഛന്റെ ചേട്ടനെയും ചാച്ച എന്ന് വിളിക്കും. ഓരോ ഫാമിലി ഓരോരുത്തരാണ് എന്ത് ചെയ്യുന്നത്, ഓരോ രീതിയിലാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ചാച്ച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അച്ഛൻ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റസ് ആണ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടേം റെഫേഴ്സ് ടു ഓൺലി വൺ റിലേഷൻ ഫോർ ദി ഫാമിലി. ഫോർ എക്സാമ്പിൾ മദർ, അച്ഛൻ, ഫാദർ, ഇതൊക്കെ എന്താണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടേം ആണ്. ഇപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ കിൻഷിപ്പ് ഗ്രൂപ്പുകളെ വിളിക്കാൻ പറ്റും. ഇനി ബേസിക്കലി കിൻഷിപ്പ് യൂസേജസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കിൻഷിപ്പ് യൂസേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ബിഫോർ വി സ്റ്റഡി അബൌട്ട് ന്യൂ ഫോം ഓഫ് കിൻഷിപ്പ്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കിൻഷിപ്പ് യൂസേജ്. കിൻഷിപ്പ് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബിഹേവിയറൽ പാറ്റേൺ ടു ഡിഫറെന്റ് കിൻസ്. കിൻഷിപ്പ് യൂസേജ് മീൻസ് ഡിഫറെന്റ് ബിഹേവിയറൽ പാറ്റേൺസ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ബിഹേവിയറൽ പാറ്റേൺസ് വിത്ത് ഡിഫറെന്റ് കിങ്. എങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് ആയുള്ള പല പല ആളുകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മളെ ബിഹേവിയറൽ പാറ്റേണിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, കിൻഷിപ്പ് യൂസേജസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റിലേഷൻ വിത്ത് ഫാദർ എന്തായിരിക്കും, നിങ്ങളുടെ റിലേഷൻ വിത്ത് ഫാദർ ആണെങ്കിൽ ആ റിലേഷൻ എന്തായിരിക്കും, ബേസ്ഡ് ഓൺ റെസ്പെക്ട് ആയിരിക്കില്ലേ. ദാറ്റ് റിലേഷൻഷിപ്പിന്റെ ആ ഒരു രീതി എങ്ങനെയായിരിക്കും, ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ബേസ്ഡ് ഓൺ റെസ്പെക്ട് ആയിരിക്കും. അമ്മയായിട്ടാണ് എങ്ങനെയായിരിക്കും, ബേസിക്കലി കെയർ അല്ലെങ്കിൽ ആ രീതിയിലേക്ക്. വൈഫുമായിട്ട് എന്തായിരിക്കും, ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും വൈഫുമായിട്ട് റിലേഷൻ ഉണ്ടാവും. സിസ്റ്റർ ആണെങ്കിലോ ഒരു അഫെക്ഷൻ, അല്ലെങ്കിൽ ബ്രദർ ആണെങ്കിൽ നമ്മൾ അഫെക്ഷൻ ആണ് നമ്മുടെ റിലേഷൻ. അപ്പൊ ഇവിടെ ഈ കിൻഷിപ്പ് ടേമും നമ്മുടെ കിൻഷിപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് കിൻസുമായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺസ് അവോയ്ഡ് ഇങ്ങനെ പാറ്റേൺസിനെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കിൻഷിപ്പ് യൂസേജ് എന്ന് വിളിക്കുന്നത്. സോ സ്റ്റഡി ഓഫ് ബിഹേവിയർ പാറ്റേൺ ഓഫ് ഡിഫറെന്റ് കിൻ ഈസ് കോൾഡ് ആസ് കിൻഷിപ്പ് യൂസേജ്. ആ ബുക്കിലില്ല, വേണം എഴുതിയോ, സ്റ്റഡി ഓഫ് ബിഹേവിയർ പാറ്റേൺ ഓഫ് ഡിഫറെന്റ് kin. Study of behavior pattern of different kin is known as kinship usage. Study of behavior pattern of different kin is known as kinship usage. First is avoidance relation. അതിലൊന്നാണ് അവോയ്ഡൻസ് റിലേഷൻ. ഇവരെന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇവർ തമ്മിൽ എന്തില്ല, ഇവർ തമ്മിൽ ബന്ധമില്ല. ഈ റിലേഷൻഷിപ്പിന്റെ പാറ്റേൺ എന്താണ്, ഇവർ മാക്സിമം ഇന്ററാക്ഷൻസ് എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും കിൻഷിപ്പ് ഗ്രൂപ്പിൽ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആരാന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഫ്രണ്ട്സും അല്ല പറയാം, നിങ്ങളുടെ ഫാമിലി തന്നെ ഈ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു മാക്സിമം ഇന്ററാക്ഷൻസ് അവോയ്ഡ് ചെയ്യും. അധികം ഭയങ്കരമായിട്ട് അടുക്കാൻ ഇവർ ശ്രമിക്കില്ല. അതാ മുറച്ചെറുക്കനും മുറപ്പെണ്ണോ, അത് അവോയ്ഡൻസ് ആണോ? കുറച്ചുകൂടി അടുക്കാനല്ല ശ്രമിക്കുക. അച്ഛനും മോനും അല്ല. ഏതാ? ബേസിക്കലി ഇവര് തമ്മില് there is a restriction of sexual relationship. ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, സെക്ഷൽ റിലേഷൻഷിപ്പും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമല്ല ഇവർ തമ്മിൽ തടയുന്നത്, എന്തുകൂടി തടയുന്നുണ്ട്, ഫേസ് ടു ഫേസ് കോൺടാക്ട് വരാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. ഇവർ തമ്മിൽ അങ്ങോട്ടും അങ്ങോട്ടും വർത്താനം പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. ശരിക്കും ഇന്ത്യയിലൊക്കെ പർദ സിസ്റ്റം വരുന്നതിനുള്ള റീസൺ ഈ ഒരു റിലേഷൻഷിപ്പ് കൂടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാക്സിമം ഡിസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പൊ പർദ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിംസ് മാത്രമാണോ? പാർസീസിന്റെ ഇടയിൽ, ഹിന്ദുസിന്റെ ഇടയിലുണ്ട്. പർദ ആക്ച്വലി ഇന്ത്യയിൽ കുറെ ആളുകൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, പർദ എന്ന് പറഞ്ഞാൽ ഫേസ് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അപ്പൊ നിങ്ങൾ രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ തട്ടുവിടുന്ന എങ്ങനെയായിരിക്കും, തലയിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും, ഇവിടം വരെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ മറ്റേ ഈ സിനിമ കണ്ടിട്ടില്ലേ, ഏതായിരുന്നു, ലാപ്പത്ത ലേഡീസ് കണ്ടില്ല? അതിനകത്ത് എന്തുണ്ടായിരുന്നു, ബേസിക്കലി ഇതെന്താണ്, കല്യാണം കഴിച്ചത് മുഖം കാണാൻ പാടില്ല, വേറെ ആരും എന്തെങ്കിലും, ഭർത്താവ് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇവരെ മുഖം കാണുള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യും, മുഖം മറച്ചു വെച്ചിട്ടുണ്ടാവും. ഈ പർദ സിസ്റ്റം ഈസ് ആക്ച്വലി കോമൺ കൾച്ചർ ഇൻ ഇന്ത്യ ടു അവോയ്ഡ് ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ തമ്മിൽ ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് വരാൻ പാടില്ല, ഇവർ തമ്മിൽ അധികം സംസാരിക്കില്ല. ബേസിക്കലി ഇത് അവോയ്ഡ്, ഇവർ തമ്മിലുള്ള റിലേഷൻ ഇന്ററാക്ഷൻ എന്ത് ചെയ്യും, മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ സച്ച് ആൻ അവോയ്ഡൻസ് റിലേഷൻഷിപ്പ് ഈസ് ബിറ്റ്വീൻ ബേസിക്കലി ആര് തമ്മിലായിരിക്കും, ഫാദർ ഇൻ ലോയും എന്തായിരുന്നു ഡോട്ടർ ഇൻ ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇത് എന്തിനാന്ന് പറയുന്നത്, സ്കോളേഴ്സ് പറയുന്നത് ടു സ്മൂത്ത് റണ്ണിങ് ഓഫ് ഫാമിലി എന്ത് ചെയ്യാൻ പാടില്ല, ഭർത്താവിന്റെ അച്ഛനും മരുമോളും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ ഇന്ററാക്ഷൻ പാടില്ല. ഇവര് മാക്സിമം എന്ത് ചെയ്യില്ല, സംസാരിക്കില്ല. ഭർത്താവിന് ഇവരെന്ത് ചെയ്യും,
they will be like putting their parda അച്ഛനെ കാണുമ്പോൾ മുഖത്ത് നോക്കി അധികം സംസാരിക്കില്ല. ഇവർ തമ്മിൽ ഇന്ററാക്ഷൻസ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾ പൊതുവെ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ മതി, ഭർത്താവിന്റെ അച്ഛനുമായിട്ട് എന്ത് ചെയ്യില്ല, ഭാര്യമാര് അത്ര രീതിയിൽ ഇന്ററാക്ട്, മകന്റെ ഭാര്യ എന്ത് ചെയ്യില്ല വലിയ രീതിയിൽ, ഇപ്പത്തെ കാര്യമില്ല ഞാൻ പറയുന്നത്, ട്രഡീഷണൽ സ്ഥാനത്തിലാണ് പറയുന്നത്, എന്ത് ചെയ്യില്ല, അത്ര ഇന്ററാക്ഷൻസ് വരില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ ഒരു പർദ്ദ പോലത്തെയുള്ള സിസ്റ്റം, മുഖം മറച്ചു വെക്കുന്ന രീതിയിലുള്ള സിസ്റ്റം ശരിക്കും നിങ്ങൾ പഴയ സിനിമ, ഹിന്ദി സിനിമയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാം. സോ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് avoidant relationship. So in all societies, avoidance is observed in one form or the another, and they should not be only avoid the sexual relationship. Okay, under avoidance relationship, they should not only avoid the sexual relationship. In some cases, they avoid seeing their face of each other. Even in the കാണുന്ന പോലും എന്ത് ചെയ്യും ഇവര് അവോയ്ഡ് ചെയ്യും. ബേസിക്കലി ഫാദർ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫാദർ ലോയും ഡോട്ടർ ഇൻ ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. സോ why this is very important is to avoid the serious trouble in the ഫാമിലി. ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, സെക്ഷൽ റിലേഷൻ ഉണ്ടാവാൻ പാടില്ല, കൂടുതൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവില്ല. അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി എന്ത് ചെയ്യും, തകരും. സോ ഈ സീരിയസ് ട്രബിൾസ് ഇൻ ദ ഫാമിലി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവോയ്ഡൻസ് റിലേഷൻഷിപ്പ് ഉള്ളത്. ജസ്റ്റ് എഴുതി എടുത്തോ. അണ്ടർ അവോയ്ഡൻസ് റിലേഷൻഷിപ്പ്, they should not only avoid, under avoidance relationship, they should not only avoid sexual relationship, they should not only avoid sexual relationship, they should not only avoid sexual, they should not be avoid sexual relationship, but in some cases they even avoid, seeing the faces of each other. Example, seeing the faces of each other. Example ആരാ, ഫാദർ ഇൻ ലോ ആൻഡ് ഡോട്ടർ ഇൻ ലോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവോയ്ഡൻസ് റിലേഷൻ. Another relationship is known joking relationship. So joking relationship എന്ന് പറയുന്നത് എന്തായിരിക്കും, ബേസിക്കലി ഇവര് തമ്മിൽ എന്ത് ചെയ്യും, എപ്പോഴും തമാശയും കളിയും ചിരിയൊക്കെ ആയിരിക്കും ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇവര് തമാശ പറയാൻ മാത്രമല്ല, സംടൈംസ് ഈ തമാശ ഡബിൾ മീനിങ് ജോക്സ്, സെക്ഷൽ റെഫറൻസിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ ജോക്സ് പോകും. ഓക്കെ, ഇങ്ങനെയുള്ള പാറ്റേൺസ് ഓഫ് റിലേഷൻഷിപ്പ് വരുന്നതാണ് ജോക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ഇത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ഇത് ബെസ്റ്റ് ഇൻ ഗ്രൂപ്പ് അല്ലല്ലോ, ഇത് ഫാമിലിന്റെ ഉള്ളിൽ തന്നെയാണ്, ഇത് പുറത്തല്ല ഞാൻ പറയുന്നത്, എല്ലാം ഇൻ ഗ്രൂപ്പുകൾ തമ്മിലാണ്. അതായത് അച്ഛനും മോളും പോലെ തന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇവര് ജോക്കിംഗ് റിലേഷൻഷിപ്പാണ്. ഇതാരായിരിക്കും ബേസിക്കലി ഇവര്, ചേട്ടന്റെ ഭാര്യയും അനിയനും തമ്മില്, പാവർ ദീപി മറ്റേ ഭാവി, ഈ ടീംസ്, ദേവർ ഭാവി, ഈ ടീംസ് ആണ് എന്ന് പറയുന്നത് ജോക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ടീസ് ചെയ്തുകൊണ്ടിരിക്കും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ദർ വിൽ ബി സെക്ഷൽ റെഫറൻസ് വിത്ത് ദർ ജോക്സ്. അങ്ങനത്തെ അങ്ങനത്തെ റിലേഷൻഷിപ്പിനാണ് ജോക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു അവോയ്ഡൻസ് റിലേഷൻഷിപ്പ്. They make fun of each other. For example, joking means relation with ദേവർ ഭാവി, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്തായിരുന്നു മലയാളത്തിൽ എന്താ പറയാ ചേട്ടന്റെ ഭാര്യനെ, ഏട്ടത്തി അമ്മയും അനിയനൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, ജോക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. So basically you can write down that the joking relation is just opposite to avoidance relationship. Under this, they make fun of each other. Under this, they make fun of each other. The joking may amount to exchange of, the joking may amount to exchange of, the joking may amount to exchange of abuse, vulgar, joking, abuse or vulgar reference to sex. Example ആരാണ്,
ബീബർ ബാബി റിലേഷൻഷിപ്പ് ഒക്കെ കേട്ടോ. ബീബർ ബാബി റിലേഷൻഷിപ്പ് എന്താണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. വൾഗർ റെഫറൻസ് ടു സെക്സ് ജോക്കിംഗ് എഴുതിയോ? ബീബർ ബാബി റിലേഷൻഷിപ്പ്, ദിസ് ഇസ് ജോക്കിംഗ് പ്രോസസ്. The concept actually given by Air Radcliffe Brown ന്റെ കോൺസെപ്റ്റ് ആണ്. നമ്മൾ വീണ്ടും ഇയാളെ പറ്റി പഠിക്കും. ഇമ്പോർട്ടന്റ് ആളാണ് എയർ റാഡ്ക്ലിഫ് ബ്രൗൺ. എഴുതിയെടുത്തോ? നെക്സ്റ്റ് കിൻഷിപ്പ് യൂസേജ് ഈസ് ടെക്നോണമി. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ, ഈ റിലേഷൻഷിപ്പില് ദിസ് കൈൻഡ് ഓഫ് സ്പെസിഫിക് റിലേഷൻഷിപ്പ് ഒരു കിൻ ഗ്രൂപ്പിനെ റെഫർ ചെയ്യുന്നത് വേറൊരാളുടെ കിൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ അച്ഛൻ ശരിക്കും എന്താണ് എന്റെ ഹസ്ബൻഡാണ്, പക്ഷെ ഞാൻ എന്റെ ഹസ്ബൻഡ് എന്നല്ല വിളിക്കുക. എന്താ വിളിക്കുക? എന്റെ പിള്ളേരുടെ അച്ഛനാണ്. ഇവര് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക ഇവര് വിളിക്കുന്നത്. പിള്ളേരുടെ അമ്മ എന്ന് പറയുന്നത് എന്താ? ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് എന്ത് ചെയ്യില്ല, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിൻ റിലേഷൻഷിപ്പ് വെച്ചിട്ട് റെഫറൻസ് യൂസ് ചെയ്യില്ല. വേറൊരാളുടെ കിൻ ഗ്രൂപ്പ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആ ടേം യൂസ് ചെയ്തിട്ടാണ് ഞാൻ അയാളെ റെഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ടെക്നോണമി എന്ന് വിളിക്കുന്നത്. അതാണ് ഈ പിള്ളേരുടെ അച്ഛൻ കോൺസെപ്റ്റ്. ഇറ്റ്സ് എ specific type of kinship usage where a kin is referred through another kin. Where a kin is referred through another kin. Kin is referred through another kin. വേറൊരാളുടെ കിന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെഫറൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. Okay, these are the 3 different type of kinship usages. Okay, clear ആണോ? ഏതൊക്കെയുള്ളത്? അവോയ്ഡൻസ്, ജോക്കിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് ടെക്നോണമി റിലേഷൻഷിപ്പ്. ടെക്നോണമി റിലേഷൻഷിപ്പ് സ്പെസിഫിക് എന്ത് ചെയ്യുന്നു, വേറൊരാളെ കിൻ ഗ്രൂപ്പ് ഈസ് റെഫേർഡ് ബൈ അനദർ കിൻ ഗ്രൂപ്പ് ആണ് കേട്ടോ. Now we have to study new form of kinship. We'll discuss tomorrow. കാരണം ഇന്നൊരു 7 മണിക്ക് ഒരു സെക്ഷൻ കൂടി ഉണ്ട്, ഒരു ആൻസർ റൈറ്റിംഗിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. വെബിനാർ ആണ് കേട്ടോ 6 മണിക്ക്. അപ്പൊ അത് കിൻ ഈസ് റെഫേർഡ് ത്രൂ എ അനദർ കിൻ ഗ്രൂപ്പ് കേട്ടോ. ദാറ്റ് ഈസ് ടെക്നോണമി. ആ ക്ലാസ് എത്ര മണിക്കാ? അത് 7 മണിക്ക്. ഓക്കെ സാർ. ഓക്കെ, ഈ സെയിം ലിങ്ക് തന്നെയാണോ അതോ വേറെ ലിങ്ക് ആണോ? വേറെ ലിങ്ക്. അത് സോഷ്യോളജിന്റെ അല്ല, അതൊരു ആൻസർ റൈറ്റിംഗിന്റെ മീൻസ് സോഷ്യോളജിന്റെ ആൻസർ റൈറ്റിംഗ് അല്ല, ജനറൽ സ്റ്റഡീസിന്റെ ആൻസർ റൈറ്റിംഗിന്റെ ഒരു പ്രോഗ്രാമിന്റെ കേട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടായിരുന്നല്ലോ, അത് എഴുതിയോ? എല്ലാരും എഴുതിയോ? ഓക്കെ, അത് പേര് എഴുതി സബ്മിറ്റ് ചെയ്യാമോ? പേപ്പറിലാണ് എഴുതിയ ബുക്കിലാണ് എഴുതിയത്? പേപ്പറിൽ എഴുതിയ ഒരു പേപ്പർ വെക്കുക. ബുക്കിലുള്ള സാർ, കാരണം ഞാൻ എന്റെ കോളേജിൽ ഒരു നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ളവർ ഓൺലൈൻ എഴുതിയവര് ആ ഗ്രൂപ്പിലേക്ക് അയക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് അയക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഒരു പ്ലേസിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് നോക്കാൻ മിസ്സായി പോവില്ല. മറ്റേത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഇതിലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, മിസ്സായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കുറെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിൽ തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. സ്കാൻ ചെയ്ത് പോസ്റ്റ് ചെയ്യണം, ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യരുത്. ഫോട്ടോ എടുത്ത കുറച്ച് ബുദ്ധിമുട്ടാണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് മൊബൈലിൽ സ്കാൻ ചെയ്യാം. ബാക്കിയുള്ളവര് പേപ്പറിൽ എഴുതി ഇവിടെ സബ്മിറ്റ് ചെയ്യല്ലേ? ഇപ്പൊ നോക്കി തന്നെ സമയം കുറവല്ലേ, അതുകൊണ്ട് നാളെ വരുമ്പോ ഞാൻ നോക്കി വെച്ചേക്കാം. വെച്ചിട്ട് പോയിക്കോട്ടോ എല്ലാം. താങ്ക് യു. താങ്ക് യു സാർ.